Good morning, all. Good morning, sir. Good morning. Good morning, sir. Good morning, sir. Silent prayer എടുത്തോട്ടെ ഒരു Good മിനിറ്റ്. morning. പൊസിഷൻ കറക്റ്റ് ചെയ്യണേ ഇരിക്കുന്ന പൊസിഷൻ. നിങ്ങളുടെ ടേബിൾ, നിങ്ങളുടെ ബുക്ക് അതുപോലെ ഒരു കൈ അകലത്തിലായിരിക്കണം നിർബന്ധമായിട്ട് ഇരിക്കുന്നത് കേട്ടോ. മാഹിൻ ഷാൻ, Sir, എന്താ മാഹിനെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ നമ്മുടെ ഹൈറ്റ് ഓഫ് ഇമേജിന്റെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഓഫ് ഇമേജിന്റെയും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിന്റെയും ഹൈറ്റ് ഡിഫറൻസ് റേഷ്യോ വെച്ച് റേഷ്യോ മതി. ഹൈറ്റ് ഡിഫറൻസ് ഒന്നും അല്ല, റേഷ്യോ. ഓക്കെ, അതായത് ഇമേജിന്റെ ഹൈറ്റ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിന്റെ എത്ര ടൈംസ് ആണെന്ന് അറിയണം. അതിനാണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ 2 കിട്ടിക്കഴിഞ്ഞാൽ, ആമിനു മാഗ്നിഫിക്കേഷൻ 2 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് അതിനകത്ത് ബുക്കിൽ കാണൂല. മാഗ്നിഫിക്കേഷൻ 2 കിട്ടിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ സൈസ് 5 ആണെങ്കിൽ ഇമേജിന്റെ സൈസ് എത്രയായിരിക്കും? മാഗ്നിഫിക്കേഷൻ വാല്യൂ നമുക്ക് ആമിനുവിന് 2 കിട്ടിയെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റിന്റെ സൈസ് 5 കിട്ടി. അങ്ങനെയാണ് ഇമേജിന്റെ സൈസ് എത്രയായിരിക്കും? മാഗ്നിഫിക്കേഷൻ വാല്യൂ 2 ആണ്, ഒബ്ജക്റ്റിന്റെ സൈസ് 5 ആണ്. അങ്ങനെയാണ് ഇമേജിന്റെ സൈസ് എത്രയായിരിക്കും? മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് അറിയാവുന്ന ആൾ ഇപ്പൊ ചാടി പറയും ഇമേജിന്റെ സൈസ് എത്രയാണ്. അമിനുവിന് അറിയാവോ? എന്നാ മാഗ്നിഫിക്കേഷൻ 2 ഇക്വേഷൻ പറ. നിങ്ങൾ ബുക്കിലുള്ളതല്ലേ പറയുള്ളൂ. മാഗ്നിഫിക്കേഷൻ 2 ഇക്വേഷൻ. ആ, പിന്നെ മൈനസ് വി ബൈ യു. മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ എന്റെ മീനിങ് എന്താ? മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ അതായത് മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1ലും ഗ്രേറ്റർ ആണെങ്കിലും 1ലും കുറവാണെങ്കിലും സൈസുമായിട്ട് ബന്ധപ്പെട്ട് സെയിം ആയിരിക്കും. സെയിം സൈസ് ആയിരിക്കും അല്ലെ? ഓക്കെ, മതി. അർഷാദേ, ഇപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ആൻസർ പറയാൻ പറ്റും? അതായത് ഒബ്ജക്റ്റിന്റെ സൈസ് 5 ആണെങ്കിൽ ഇമേജിന്റെ സൈസ് എത്രയായിരിക്കും? മാഗ്നിഫിക്കേഷൻ 2 ആണെങ്കിൽ 2 ടൈംസ് 2 മടങ്ങ്. 5ന്റെ 2 മടങ്ങ് എത്രയാടാ? 5ന്റെ 2 ടൈംസ് എത്രയാ? 2 ടൈംസ് എത്രയാ? 5 ഇൻറ്റു 2 എത്രയാ? 10. ഇതങ്ങ് പറഞ്ഞാ മതിയില്ലേ? കേട്ടില്ല ആമിനു? എന്താ മാഗ്നിഫിക്കേഷൻ? അത് റേഷ്യോ ആണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തമ്മിലുള്ള റേഷ്യോ ആണ്. ഓക്കെ, എന്നാൽ മാഗ്നിഫിക്കേഷൻ 2 ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ സൈസ് 5 ആണ്, ഇമേജ് എത്രയാ? അത് അറിയില്ല. പിന്നെ എന്താ പഠിച്ചേക്കുന്നത് നിങ്ങള്? അതാ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. എത്ര ടൈംസ് ആണെന്ന മാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ഇമേജ്. അപ്പൊ ഇവൻ 5 ആണെങ്കിൽ 10 ആയി, കാരണം ഡബിൾ ആണ് 2. മനസ്സിലായോ? ഇനി 3 ആണെങ്കിൽ അത് 15 ആയേനെ. 5 ആറുന്നതിന്റെ 3 ആണ് മാഗ്നിഫിക്കേഷൻ എങ്കിൽ 3 ടൈംസ് ആയേനെ. ആഷിക്കെ ശരിക്കും കേട്ടോ. മാഗ്നിഫിക്കേഷൻ 1/2 ആണ്. മാഗ്നിഫിക്കേഷൻ 1/2 ആണ്. ഒബ്ജക്റ്റിന്റെ സൈസ് 5 ആണ്. അങ്ങനെയാണ് ഇമേജിന്റെ സൈസ് എത്രയായിരിക്കും? മാഗ്നിഫിക്കേഷൻ വാല്യൂ 1/2.
ഇമേജിന്റെ 5 ഒബ്ജക്റ്റിന്റെ 5 ഇമേജിന്റെ ആണ് എന്റെ ക്വസ്റ്റ്യൻ. മാഗ്നിഫിക്കേഷൻ വാല്യൂ 1/2 ആണ്. ഇമേജിന്റെ 5 അല്ല ഇമേജിന്റെ 5 വരില്ല. ഹനാൻ ജബ്ബാർ കറക്റ്റ് ആണ് മോളെ ഹനാനെ. ഒബ്ജക്റ്റിന്റെ സൈസ് 5, ഇമേജിന്റെ സൈസ് എത്രയാണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. മാഗ്നിഫിക്കേഷൻ വാല്യൂ 1/2 ആണ്. 5 into 1/2. 5 into 1/2 എത്രയാ? 2.5. 5ന്റെ പകുതി ഹാഫ്. ഇമേജ് ഹാഫ് ആയി. മാഗ്നിഫിക്കേഷൻ വാല്യൂ 2, ഇമേജിന്റെ സൈസ് ഡബിൾ ആയി. മനസ്സിലായുണ്ടോ നിങ്ങൾക്ക്? മാഗ്നിഫിക്കേഷൻ വാല്യൂ 3, ഇമേജിന്റെ സൈസ് 3 ടൈംസ് ആയി, ഇൻറ്റു 3. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1/3, ഇമേജിന്റെ സൈസ് 1/3 ടൈംസ് ആയി, അതായത് 3-1 ആയി. നിങ്ങൾക്ക് കിട്ടേണ്ട പിള്ളേരെ ഇതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം. ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇത് കുറെ ബുക്കിൽ എഴുതുന്നു, കുറെ കാണാണ്ട് പഠിക്കുമല്ല കേട്ടോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1, ഇമേജിന്റെ സൈസ് 1 ടൈംസ്. 1 ടൈംസ് പറഞ്ഞാൽ ഈക്വൽ ആണ്. 1 into ഏത് നമ്പർ ചെയ്താലും അത് ഈക്വൽ അല്ലേ? അതാണ് ഐഡിയ, കോൺസെപ്റ്റ് അതാണ് കേട്ടോ. ആഷിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി. മാഗ്നിഫിക്കേഷൻ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് ഇമേജിന്റെ വിർച്വൽ ആണോ ഇറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ആ വാല്യൂ ആ സൈൻ വെച്ചിട്ട് അതെങ്ങനെയാ പറയാ? വെച്ചിട്ടോ അപ്പൊ പോസിറ്റീവ് വരണമെങ്കിൽ റിയൽ വരില്ലേ? ഐറിൻ എന്താ വരുന്നേ? പോസിറ്റീവ് ആണെങ്കിൽ വിർച്വൽ ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആയിരിക്കും. ഇത് എന്നോട് ആഷിക്ക് അതുപോലും പറയാൻ പറ്റാത്ത സാർ തെറ്റിപ്പോയി. തെറ്റാൻ ചാൻസ് 50% ഉള്ളൂ. ഒന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ 50% തെറ്റാൻ ചാൻസ് ഉള്ളൂ. കാരണം 2 ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? ഒന്നല്ലെങ്കിൽ വിർച്വൽ എന്ന് പറയാം, അല്ലെങ്കിൽ റിയൽ എന്ന് പറയാം. പഠിക്കാത്ത കുട്ടിക്ക് വരെ തെറ്റാൻ 50% ചാൻസ് ഉള്ളൂ. തെറ്റാണ് എന്നിട്ടും. മനസ്സിലായോ? ആഷിക്കിന്റെ പഠനം ഇപ്പോഴും ആയിട്ടില്ല. ഞാൻ ആഷിക്കിന്റെ പേരെഴുതി മടുത്തു. ഞാൻ ഇനി എല്ലാ ദിവസവും ആഷിക്കിന്റെ പേരെഴുതി വെച്ചോട്ടെ. ഒരു സമയങ്ങളാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആ പേരങ്ങ് എഴുതി വെച്ചാൽ അത്രയും സമയം ലാഭിക്കാലോ എനിക്ക്. എല്ലാ ദിവസവും ആഷിക്കിന്റെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചോളാം കേട്ടോ. ഇന്ന് ആഷിക്ക് മാത്രമേ ആൻസർ പറയാത്തുള്ളൂ. ബാക്കി എല്ലാവരും ആൻസർ പറഞ്ഞു കേട്ടോ. ഇത് ബിഫാസിനോട് ചോദിച്ചാൽ ബിഫാസിൽ ഇപ്പോൾ ഒരു ആൻസർ പറയും. ബിഫാസിലെ ഒന്ന് പറഞ്ഞ മോനെ ബിഫാസൽ. ചോദിക്കുന്നത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയാമോ പെട്ടെന്ന്? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. കാർട്ടീഷ്യൻ സൈൻ മനസ്സിലായില്ലേ? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പുതുതായിട്ട് ജോയിൻ ചെയ്താണോ? ഇന്ന് വന്നാണോ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. കാർട്ടീഷ്യൻ ചോദിക്കുമ്പോൾ അതൊക്കെ ആരാന്നൊക്കെ ചോദിക്കും. എടാ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക്, മേളിലേക്ക്, താഴേക്കൊക്കെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എടുക്കണം? അതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. പറ. റൈറ്റിലേക്ക് പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് ആയിരിക്കും, മുകളിലേക്ക് പോസിറ്റീവ് ആയിരിക്കും, താഴത്തേക്ക് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. ഞാനെന്താ ചോദിക്കാം? ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചു കേൾക്കാം. ആരോടാ? കിട്ടി, ആളെ കിട്ടി. അഫീഫ മുഹമ്മദ്. ഭീമ രക്ഷപ്പെട്ടു വിചാരിക്കാം. ഭീമനോട് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അഫീഫ, ആ പ്ലെയിൻ മിററിന്റെ കിട്ടുന്ന ഇമേജിന്റെ പ്രോപ്പർട്ടീസ് പറയാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അതൊന്നും പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും പറയാം അഫീഫ മണ്ടിയാന്ന് വിചാരിക്കും കേട്ടോ. പ്ലെയിൻ മിററിൽ കാണിക്കുന്ന ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതായത് അഫീഫയുടെ മുറിയിലുള്ള മിററിന്റെ പ്രത്യേകത. അഫീഫനെ കാണുന്നത് എങ്ങനെയാണ്? വലുതായിട്ടാണ് കാണുന്നത്, കുഞ്ഞിതായിട്ടാണ് കാണുന്നത്? റിയൽ ആണ്. അതെ അല്ലെ? അഫീഫ ഒരു സ്ക്രീനും പിടിച്ചോണ്ടാ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോകണേ. കാരണം റിയൽ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് അഫീഫാണ് കേട്ടോ. ബാക്കി പിന്നെ എൻലാർജ്ഡ് അല്ലേ? അഫീഫയുടെ രൂപം എത്രയാണ്? അതിലും വലിയൊരു ഇമേജ് അഫീഫയ്ക്ക് സ്ക്രീനിൽ കിട്ടും. അപ്പൊ അഫീഫ സ്ക്രീൻ പുറയിൽ വെക്കും അല്ലെ? എന്നിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിൽക്കും. എന്നിട്ട് സ്ക്രീനിലേക്ക് നോക്കി ഇമേജ് ഫോം ചെയ്തേക്കുന്നത്. ഇനി ഇൻവെർട്ടഡ് ആണോ? ഇൻവെർട്ടഡും ആണ്. തല തിരിഞ്ഞുമാണ് ഇരിക്കുന്നത്. ആ കണ്ണാടി ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. ആ കണ്ണേ ഒന്നോടെ പറഞ്ഞോ. പൊട്ടത്തെറ്റാ കംപ്ലീറ്റ് പറയുന്നത്. ഒന്നോടെ പറഞ്ഞേ. പ്ലെയിൻ മിററിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? ഇറക്റ്റ്. പിന്നെ റിയൽ ആണോ വിർച്വൽ ആണോ? വിർച്വൽ. സൈസ് എങ്ങനെയാ? സെയിം സൈസ് വിർച്വൽ ഇറക്റ്റ് ആണ് അല്ലെ? പിന്നെ ഡിസ്റ്റൻസ് എങ്ങനെയാ? ഇമേജിന്റെ ഡിസ്റ്റൻസും ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസും സെയിം ആണോ? എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്റെ പേര് എഴുതി വെക്കുക. എന്നിട്ട്
സെയിം ആണോ അല്ലയോ? സെയിം. സെയിം ആണ്. ഓക്കെ ഓക്കെ. അല്ലേ അഫീഫ? അല്ലേ സെയിം അല്ലേ? അഫീഫ കണ്ണാടി ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ പുറകിൽ ഒരാൾ നിൽക്കുന്നു. അഫീഫ ഫ്രണ്ടിലേക്ക് ഓടിക്കഴിഞ്ഞാൽ അയാൾ ഫ്രണ്ടിലേക്ക് ഓടും. അഫീഫ പുറകോട്ട് ഓടിക്കഴിഞ്ഞാൽ അയാളും പുറകോട്ട് ഓടും. അല്ലെ? ഈക്വൽ ഡിസ്റ്റൻസ്. അഫീഫ മിററിനോട് പോയി ചേർന്ന് നിന്ന് നോക്കി. ഇന്ന് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടുകാർ പ്രാന്താന്ന് പറയുന്നത് കുഴപ്പമില്ല കേട്ടോ. നേരെ പോയിട്ട് മിററിന്റെ അടുത്ത് പോയി നിന്ന് നോക്കണം. അപ്പൊ അവനും അടുത്ത് വരും. ഇത് കണ്ട മൂക്കി ഇങ്ങനെ മുട്ടിച്ചു വെച്ചോ. എന്നിട്ട് ബാക്കിലേക്ക് ഇറങ്ങിയാ അവനും ബാക്കിലേക്ക് പോക്കോളും. സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഈക്വൽ ഡിസ്റ്റൻസ്. പ്ലെയിൻ മിററിന്റെ കേട്ടോ. ഇത് പഠിക്കാനുള്ളതാണേ. ഞാൻ ചോദിച്ചോട്ടെ പിള്ളേർ, ഇനി അതിന് 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ പറയാനുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, റെയർ വ്യൂ മിററിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് മിറർ ആണ്. ഇപ്പോഴും നമ്മൾ ഇപ്പൊ കഴിഞ്ഞ CBSE ടോപ്പിക് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും വല്ല 3-4 പേപ്പറുകൾ ഇപ്പോഴും തിരിഞ്ഞു കാണാറുണ്ട്. അപ്പൊ ഇന്ന് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിക്കൊള്ളണം. ഏത് ടൈപ്പ് മിറർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് വെഹിക്കിളിൽ യൂസ് ചെയ്യുന്ന ഏത് മിറർ ആണ് അല്ലെ. ഇപ്പൊ ആരാ പറയാ? ഞാൻ ചോദിച്ചുള്ള ഒരാളോട് ആരാ പറയാ? അഭിഷേക്, വെഹിക്കിളിൽ യൂസ് ചെയ്ത മിറർ ഏതാ? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ പ്ലെയിൻ മിറർ ആണോ? കോൺകേവ്. കണ്ടോ? കോൺകേവ് എന്ന് പറഞ്ഞോ. കോൺകേവ് എന്ന് നിങ്ങൾ പറഞ്ഞ കേട്ടോ? നിങ്ങൾ കേട്ടോ? അതായത് നിങ്ങൾ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റ് വളരെ അടുത്ത് വെക്കുന്നത് വരെ നിങ്ങൾ മിറർ ഇമേജ് കണ്ടത് റിയലാ. അതായത് സ്ക്രീനിലാ, മിററിൽ കണ്ടില്ല നിങ്ങൾ അല്ലെ, സ്ക്രീനിലാ കണ്ടേ. എന്നിട്ട് നിങ്ങൾ പറയാണ് വണ്ടിക്കകത്ത് യൂസ് ചെയ്യുന്ന കോൺകേവ് മിറർ ആണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? വണ്ടിക്കകത്ത് യൂസ് ചെയ്യുന്ന കോൺകേവ് മിറർ ആണെന്ന് പറയുമ്പോൾ അപകടം മനസ്സിലായോ? നിങ്ങൾ ഈ ആക്ടിവിറ്റി എല്ലാം ചെയ്ത പിള്ളേരാണ്. നിങ്ങൾ ഈ ആക്ടിവിറ്റി എല്ലാം ചെയ്തിട്ട് നിങ്ങൾ സിയുടെ പുറകിലും സിയുടെ എഫിന്റെ ഇടയ്ക്കും സിയിലും എഫിലും ഒക്കെ വെച്ച് നോക്കി. എന്നിട്ട് എല്ലാം നിങ്ങൾ പറയാണ് സാർ ഇവിടെ വിർച്വൽ അല്ല, ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് റിയൽ ആണെന്ന് പറയാ. എന്നിട്ട് നിങ്ങൾ വണ്ടിയുടെ കേസിൽ റിയൽ എന്ന് പറയാം, വണ്ടിയുടെ കേസിൽ കോൺകേവ് എന്ന് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. ബാക്കിയുള്ള പിള്ളേർ പറഞ്ഞാലും നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം നിങ്ങൾ കണ്ടതാ, ആക്ടിവിറ്റി ചെയ്ത് കണ്ടതാ അല്ലെ. വണ്ടിയുടെ എങ്ങനെ നമ്മൾ ഇമേജ് കാണുക? ഫുൾ ടൈം അതിനകത്തില്ല പിള്ളേരെ, നമ്മൾ ആ മിററിനകത്തല്ലേ കാണുക. അല്ലാണ്ട് ഒരു സ്ക്രീനിൽ അതിനകത്ത് ഇമേജ് ഫോം ചെയ്യുന്നുണ്ടോ? സ്ക്രീനിലാണ് ഇമേജ് ഫോം ചെയ്യാം അല്ല. അങ്ങനെയാണ് നമ്മൾ വിട്ടൂലായിരുന്നോ സ്ക്രീനിലെ ഇമേജ് ഫോം ചെയ്യുന്നെങ്കിൽ? വിർച്വൽ ഇമേജ് ആണ് അവിടെ ഫോം ചെയ്യുക കേട്ടോ. അഭിഷേകൊക്കെ കേൾക്കണ്ട. ഓക്കെ, അതിന്റെ ഒരു അപകടം ഞാൻ പറഞ്ഞു. വണ്ടി ഓടിക്കുമ്പോൾ അപകടം, വണ്ടി ഇട്ടിട്ട് ഓടും. അഭിഷേകൊക്കെ കോൺകേവ് മിറർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റോട്ടിൽ വണ്ടി ഇട്ടിട്ട് ഓടിപ്പോവും. കാരണം അമ്മാതിരി രൂപങ്ങൾ അതിനകത്ത് കാണാൻ പോകുന്നത്. തല തിരിഞ്ഞ രൂപം അല്ലെ, ഒരു മങ്ങിയ ഒരു രൂപം കാണും, പിന്നെ വലിയൊരു രൂപം കാണും. പേടിച്ചു അഭിഷേകൊക്കെ കേട്ടോ. അപ്പൊ ഒരു കാരണവശാലും എന്ത് യൂസ് ചെയ്യരുത്? കോൺകേവ് മിറർ യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കോൺവെക്സ് മിറർ ആയിരിക്കണം. അപ്പൊ അവിടെ എഴുതി വെക്കണം കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ കോൺവെക്സ് മിറർ ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ. ഇപ്പൊ തന്നെ കാരണം പറഞ്ഞു അല്ലെ. കോൺവെക്സ് മിറർ ഓൾവേസ് ഫോം, ഞാൻ പറഞ്ഞോളാം എന്നിട്ട് എഴുതിയാൽ മതി. കോൺവെക്സ് മിറർ ഓൾവേസ് ഫോം വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. അത് ആദ്യം എഴുതുക. പിന്നെ ഒരു പ്രത്യേകതയോടെ കോൺവെക്സിനുണ്ട്. പ്ലെയിൻ മിററിനെ അപേക്ഷിച്ച് കോൺവെക്സിന് ഫീൽഡ് വ്യൂ വളരെ കൂടുതലാണ്. നമ്മൾ വെറുതെ ഒരു പ്ലെയിൻ മിറർ നോക്കുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും? നമ്മുടെ അതേ സൈസിലുള്ള ഒരു രൂപം ഇനെ പുറകിൽ ഒരു അല്പം പോർഷൻ കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ കോൺവെക്സ് അങ്ങനെയല്ല. കോൺവെക്സ് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ അതിൽ കാണുക. അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ പുറകിൽ എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതും അതിന് കാരണമാണ് ഏത്? കോൺവെക്സ് മിറർ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ കോൺവെക്സ് മിററിന്റെ 2 പ്രത്യേകത അവിടെ എഴുതിയിട്ടേ ചെയ്യുള്ളൂ. ഏത് മിററാണ് യൂസ് ചെയ്യുന്നത് എഴുതണം. ഏത് ടൈപ്പ് ഓഫ് മിററാണ് യൂസ് ചെയ്യുന്നത്? റെയർ വ്യൂ മിറർ. റെയർ വ്യൂ മിറർ ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിററാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? അത് എപ്പോഴും ഫോം ചെയ്യുന്നത് വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. അത് കൂടാതെ തന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന് ഹൈ ഫീൽഡ് വ്യൂ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോട്ടെ. ഞാനൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാവേ. ആ 6:45 ആകുമ്പോഴത്തേക്കും പേരന്റിനോട് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? പേരന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും ഒക്കെ. സാർ യെസ് പറഞ്ഞോ. ഈ അപ്പാർട്ടസ് എന്ന് വെച്ചാൽ സാധനം എവിടെ നീ കണ്ട അപ്പാർട്ടസ്? ഇന്നലെ സാറ് പറഞ്ഞു. അപ്പാർട്ടസാ ഞാൻ പറഞ്ഞോ? ആ ഓ അതാണ് ചോദിച്ചേ. എടാ അപ്പാർട്ടസ് പറഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യാൻ മെറ്റീരിയൽസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ എക്സ്പെരിമെന്റിന് വേണ്ട സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് അപ്പാർട്ടസ്. ഇന്നലെ അപ്പാർട്ടസ് അന്വേഷിച്ച് കടയിൽ കൂടെ ഒക്കെ ചെന്നോ? ചേട്ടാ 2 അപ്പാർട്ടസ് ഒന്ന് വലുതെടുത്തോളാൻ പറഞ്ഞോ. കേട്ടാ, അത്രേ ഉള്ളൂ അപ്പാർട്ടസ് പറഞ്ഞോ കേട്ടോ. ഫാത്തിമാസിയൊക്കെ പേരന്റിന്റെ അടുത്ത് കെട്ടിയിട്ടേക്കുവാ കേട്ടോ. കറക്റ്റ് 6:45 വിളിക്കാൻ വേണ്ടിട്ട്. എല്ലാവരും റെഡി ആക്കുക കേട്ടോ. അത് എഴുതിക്കോ ഹിബ കിരിമേ. കണ്ണൊക്കെ പിന്നെ തുടക്കുക. അത് എഴുതിക്കോ കേട്ടോ. അതിപ്പോ എഴുതിയെടുത്തോ. എന്തൊക്കെയാ അതിനകത്ത് പറയുന്നത്? ഇമേജ് ഫോംഡ് ബൈ ഓൾവേസ് ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. കോൺകേവ് എന്ന് മേലെ പറഞ്ഞു വരുന്നത് കേട്ടോ. കോൺവെക്സ് ആണ് കോൺവെക്സ്.
അല്ലെ നമ്മളൊന്നും ആലോചിക്കില്ലേ, നമ്മൾ കോൺകേവ് എന്നെങ്ങാനും ആ പേപ്പറിൽ എഴുതി ആ നോക്കണ ആള് വിചാരിക്കില്ല ഇവൻ എന്ത് മണ്ടനാന്ന് ആലോചിക്കില്ലേ. റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന മിററാണ് നമ്മൾ കോൺവെക്സ് യൂസ് ചെയ്യണേ. റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന മിറർ നമ്മൾ ഒരു അതായത് പുറകിലിരിക്കുന്ന വണ്ടി കാണാൻ വേണ്ടി നമ്മൾ സ്ക്രീൻ പിടിച്ചോണ്ടാണോ പോകുന്നത്? ഒരു വണ്ടിയിൽ ഇങ്ങനെ സ്ക്രീൻ പിടിച്ചോണ്ടാണോ പോകുന്നത് പുറകിലുള്ള വണ്ടി കാണാൻ വേണ്ടി? ആണോ? അപ്പൊ സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്യുന്ന ഒരു മിറർ അല്ല നമുക്ക് വേണ്ടേ കേട്ടോ. കാണൂല, അത് വേറെ കാര്യം. സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്യുന്ന ഒരു മിറർ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എപ്പോഴും വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്ന ഒരു മിററാ കേട്ടോ. ഓക്കെ, ഹെൻസ് ഡ്രൈവർ. അത് ഒരു കാര്യം കൂടി, ഒരു കാര്യം കൂടി കേട്ടപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാ ഞാൻ ശ്രദ്ധിച്ചില്ല. വൈ ഇറ്റ് ഈസ് റിട്ടൺ ഓൺ റെയർ വ്യൂ മിറർ ദാറ്റ് ഒബ്ജക്ട് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. നിങ്ങൾ റെയർ വ്യൂ മിറർ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവരൊന്ന് കൈബുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പക്ഷെ അതിന്റെ കാരണം അറിയാമോ എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നതെന്ന്? അതെ, ഫർസാന സീസനൊക്കെ അറിയാവുന്ന ഫർസാന സീസേ പറഞ്ഞോ. ഫർസാനക്ക് അറിയാം, എല്ലാവരും ഫർസാന പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. പറഞ്ഞോ ഫർസാന. എനിക്കറിയൂല. അറിയില്ല, എനിക്കറിയൂല. ഓക്കെ, വോയിസ് ഓഫ് ചെയ്തു. ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. അതായത് അതെ, ഹരീഷ്ണ പറയാൻ റെഡി ആയിട്ടിരിക്കുക. ഹരീഷ്ണ പറഞ്ഞോ. സാർ, ആ മിററിൽ കാണുന്ന വണ്ടികള് പിന്നെ ഇച്ചിരി അകലത്തിലായിരിക്കും കാണുന്നത്. കാരണം നമ്മൾ കാണുന്നത് ഒന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ സൈസ് കുറഞ്ഞിട്ട് കാണുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? സൈസ് കുറഞ്ഞ് കാണുമ്പോൾ നമുക്കുടെ ചിന്ത എന്താ? ഇത് കുറെ ദൂരെന്നാ വരുന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവില്ലേ? അല്ലേ? വളരെ അല്ലെ, നമ്മളിപ്പോ എന്താ ഇപ്പൊ മറ്റേ എന്തിനെ കാണുന്ന പോലെ, ചന്ദ്രനെയൊക്കെ കാണുന്ന പോലെ അല്ലെ, അത് വളരെ കുഞ്ഞു സൈസിൽ കാണുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? അത് വളരെ ദൂരെയുള്ളതാണ്. അപ്പൊ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഹൈ ഫീൽഡ് വ്യൂവിൽ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചിന്ത വളരെ എന്താണ്? ഇത് വളരെ ദൂരെ നിന്നാണ് ഈ ഒബ്ജക്റ്റ് വരുന്നത് എന്നൊരു ചിന്ത വരും. അപ്പൊ അത് അപകടമാണെന്ന് പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു മുന്നറിയിപ്പ് കൊടുത്തേക്കുന്നതാണ്. ഒബ്ജക്റ്റ് ഇൻ ദ മിറർ, മിററിൽ നിങ്ങൾ കാണുന്ന ഒബ്ജക്റ്റ് ക്ലോസർ ദാൻ ദേ അപ്പിയർ, അത് അപ്പിയർ ചെയ്യുന്നതിലും, അതായത് മിററിൽ അപ്പിയർ ചെയ്യുന്നതിലും കുറച്ചുകൂടി ക്ലോസർ ആയിട്ടുണ്ടെന്ന് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. ഓക്കെ ആണോ? ഇതൊക്കെ ഇപ്പോഴെല്ലാം മനസ്സിലായേ? സിനിമ ഫാത്തിമ അതൊക്കെ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക, ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ എല്ലാം വീട്ടുകാരോട് ഇതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അവരും ഫിസിക്സ് പഠിക്കട്ടെ, അവരും വളരട്ടെ. ഓക്കെ, ഹിബാക്കരീം എഴുതി കഴിഞ്ഞാ? ഹിബാക്കരീം കഴിഞ്ഞാ? എല്ലാം എഴുതി കഴിഞ്ഞു? എഴുതുകയാണ്. ഹിബാക്കരി ഇടയ്ക്ക് റിലേ പോകുന്നുണ്ട്, ഇടയ്ക്ക് ചുമ്മാ ഇരിക്കും. എന്നിട്ട് പിന്നെ എഴുതിക്കോളാൻ പറയുമ്പോൾ പിന്നെ എഴുതും. പെട്ടെന്നാണ്. അത് അങ്ങനെ തന്നെ എഴുതിയെടുത്തു കേട്ടോ. The driver who sees the image of vehicle develop a feeling that vehicle are coming from far behind a greater distance. This may turn out to be dangerous. Now, have you? ഇതൊന്നും വേണ്ട, ഇത് വേണ്ട. പറഞ്ഞോ മോനെ, പറഞ്ഞു. അത് ഈ കണ്ണാടിക്കട നോക്കുമ്പോ ഏഴ് തലയെ കുത്തിക്കണ എന്താ? അത് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയും. എഴുത്ത് മാത്രമല്ല, നമ്മളിങ്ങനെ കൈ പൊക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് കാണും? നമ്മൾ കൈ പൊക്കി കഴിഞ്ഞാൽ അതതിന്റെ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെടാം. അതായത് ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അത് എന്തായിട്ട് കാണാൻ പറ്റും? ഇവിടെ ഉള്ളത് ലെഫ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ലാറ്ററൽ ഇൻവേർഷൻ എന്ന് അതിന് പറയാം. ആംബുലൻസ് തിരിച്ചല്ല എഴുതുക, അതൊക്കെ അതിന് എക്സാമ്പിളാ. എഴുതിയെടുത്ത പിള്ളേരെ, why it is written in a mirror that why it is written in a rear view mirror that എന്താണ്? object in the mirror are closer than they appear. അടുത്ത പറയട്ടെ, അതിന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് നമ്മുടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതണ്ട, ലെറ്റസ് എസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റസ് എസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫാത്തിമത്തുൽ ഫിദ അതിന്റെ ക്വസ്റ്റ്യനും പറയും, ആൻസറും പറയും, എല്ലാം പറയും കേട്ടോ കഴിഞ്ഞിട്ട്. ഓക്കെ ഫാത്തിമ, നമുക്ക് പറയാം. യെസ്, പറഞ്ഞോളൂ ഫാത്തിമത്തുൽ ഫിദ. ക്വസ്റ്റ്യനും ആൻസറും എല്ലാം വായിച്ചോളൂ. A dental doctor uses a mirror ഡെന്റൽ ഡോക്ടർ, പല്ല് നോക്കുന്ന ഡോക്ടർ. ഓക്കെ, ബാക്കി വായിച്ചു. centimeter to see the teeth clearly. What should be the maximum distance between the teeth and the mirror? Justify your answer. Which type of mirror has been used by the doctor? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയോ? ഏത് ടൈപ്പ് ഓഫ് മിറർ ഡെന്റൽ ഡോക്ടർ യൂസ് ചെയ്യണേ?
concave. കോൺകേവ്. അവിടെ പോയിട്ട് കോൺവെക്സ് പറയരുത് പിള്ളേരെ. നമ്മുടെ കുഞ്ഞി പല്ല് അവർക്ക് വലുതായിട്ട് കാണണ്ട, അല്ലാണ്ട് വീണ്ടും കുഞ്ഞിനായിട്ട് കാണാൻ വേണ്ടി അവർ മിറർ നോക്കണ്ട, അവർക്ക് നേരെ വാക്യത്തേക്ക് നോക്കിയാൽ പോരെ കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മിറർ കോൺവെക്സ് ആണ്. ഇനി അടുത്തത് അയാളുടെ കോൺവെക്സ് മിററിന്റെ കോൺകേവ് ആണ്. യൂസ് ചെയ്യുന്ന മിറർ കോൺകേവ് ആണ്. അയാളുടെ മിററിന്റെ ഫോക്കൽ ലെങ്ത് 8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 8 സെന്റിമീറ്റർ. അപ്പൊ അയാൾ എത്ര ഡിസ്റ്റൻസിൽ പിടിച്ചാലാണ് അയാൾക്ക് വിർച്വൽ ഇമേജ് കാണാൻ പറ്റുക? അറിയാവുന്നൊരു കൈവക്കി. എത്ര ഡിസ്റ്റൻസിൽ പിടിച്ചാൽ അയാൾക്ക് വിർച്വൽ ഇമേജ് കാണാൻ പറ്റും? അറിയാവുന്നൊരു കൈവക്കിക്കോ. 8 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു മിററിന്റെ എത്ര സെന്റിമീറ്ററിൽ വിർച്വൽ ഇമേജ് കാണാൻ പറ്റും? ഒന്ന് കൈവക്കി കഴിഞ്ഞാൽ അറിയാവുന്നവരുടെ പേരൊക്കെ ഒന്ന് വായിക്കട്ടെ. ഹരികൃഷ്ണൻ അറിയാം, ഇബ്രാഹിം ബാദുഷിക്ക് അറിയാം, തൻഹയ്ക്ക് അറിയാം, റസീലയ്ക്ക് അറിയാം. റസീല വല്ലപ്പോഴും കയറിയുള്ളൂ ഈ ആഴ്ച, എന്നിട്ട് റസീലയ്ക്ക് അറിയാം കേട്ടോ. ആൻജോ, സാംബ്രിൻ, പിന്നെ ആരാ, ഹനാൻ ജബ്ബാർ, അഫീഫയൊക്കെ താരക്കും കൈ കൊടുത്തിരിക്കുന്നുണ്ട്. അഫ്നിത, പിന്നെ ആരാ, ഫാരിസ, അഫ്രി. അല്ല, ഇത്രയും പേർക്കാണ് ആകെ അറിയാവുള്ളൂ. ഞാൻ ഇനി ഒന്നോടെ ആ ചോദ്യം ഒന്നോടെ ചോദിക്കാം കേട്ടോ. ഞാൻ വേറൊരു സ്റ്റൈലിൽ ചോദിക്കാം, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കുറച്ച് പേർക്കൊക്കെ കിട്ടുമായിരിക്കും. ഇതാണ് ഒരു കോൺകേവ് മിറർ. അതിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ഫോക്കസ് ഇവിടെയാണ്. ഓക്കെ, ഫോക്കസ് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, അപ്പൊ ഈ ഒബ്ജക്റ്റ് എവിടെ വെച്ചാലാണ് ആ ഡോക്ടറിന് വിർച്വൽ ഇമേജ് കാണാൻ പറ്റുക? ഇനി അറിയാവുന്നവർ നോക്കി ബുക്കാ. ഒബ്ജക്റ്റ് എവിടെ വെച്ചാലാണ് ഡോക്ടർക്ക് വിർച്വൽ ഇമേജ് കാണാൻ പറ്റുക? റോസ്മേരിക്കൊന്നും ഇപ്പോഴും അറിയില്ല. ഇപ്പൊ അല്ല, ആദ്യം കൈ വെക്കാണ്ട് ഇപ്പൊ മനസ്സിലായവരുന്ന് കൈ വെക്കാവോ? ആദ്യം കൈ വെക്കാഞ്ഞിട്ട് ഇപ്പൊ മനസ്സിലായവര്? യെസ്, ഫാത്തിമത്തുൽ ഫിദ, ഭീമ, ഐറിൻ, അർജുൻ, നിഹാന. ഇപ്പൊ കുറച്ചു പേർക്കൊക്കെ കിട്ടി അല്ലെ. പിന്നെ ഒരു അഫീഫയ്ക്ക് കിട്ടി. റോസ്മേരി രക്ഷയില്ല. അബീന, സുബൈർ. ഓക്കെ, കൈതാധികം. ഇനി റോസ്മേരിക്ക് വേണ്ടി ഞാൻ മൂന്നാമതൊരു കേസ് കേട്ടോ. മൂന്നാമത്തെ ട്രയലാണ് റോസ്മേരി കേട്ടോ. ഇതിൽ പേരായി ഇവിടുന്ന് പറഞ്ഞുകൂടാ കേട്ടോ. റോസ്മേരി ശരിക്കും നോക്കിക്കോളേ റോസ്മേരി. ഒബ്ജക്റ്റ് എവിടെയൊക്കെ വെക്കാം റോസ്മേരി? ഇവിടെ വെക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് റിയൽ ആണോ വിർച്വൽ ആണോ റോസ്മേരി? ബിയോണ്ട് സി വെക്കുമ്പോൾ റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ കിട്ടുക? കോൺകേവ് മിററിന്റെ സിയിൽ വെക്കുമ്പോഴോ? സിയുടെ എഫിന്റെ ഇടയ്ക്ക് വെക്കുമ്പോഴോ? എഫിൽ വെക്കുമ്പോഴോ? എഫിന്റെയും ബിയുടെ ഇടയ്ക്ക് വെക്കുമ്പോഴോ? കോൺകേവില. എഫിന്റെയും ബിയുടെ ഇടയ്ക്ക് വെക്കുമ്പോൾ റിയൽ ഇമേജാ കിട്ടുക. ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ റിയൽ ഇമേജ് ആണോ പഠിച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ക്യാൻഡിൽ ചേർത്ത് വെക്കാൻ മിററിലേക്ക് വിർച്വൽ. അപ്പൊ വിർച്വൽ ഇമേജ് കിട്ടണമെങ്കിൽ അയാൾ വയ്ക്കുന്നത് ഫോക്കൽ ലെങ്തിലായിരിക്കണം. 8 സെന്റിമീറ്ററിന്റെ അകത്തായിരിക്കണം അയാൾ വെക്കേണ്ടത്. അത് 4 5 6 7 കുഴപ്പമില്ല. 8 സെന്റിമീറ്ററിന്റെ ഉള്ളിലായിരിക്കണം അയാൾ വെക്കേണ്ടത്. ഓക്കെയാണോ പിള്ളേരെ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയുടെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക കേട്ടോ. എന്താണ് അയാൾ, അതായത് ഒരു കോൺകേവ് മിററിൽ, അവിടെ അറിയില്ലെങ്കിൽ എഴുതി വെച്ചു, ഒരു കോൺകേവ് മലയാളത്തിൽ എഴുതിക്കുന്നത് നിങ്ങൾ. ഒരു കോൺകേവ് മിററിൽ വിർച്വൽ ഇമേജ് കിട്ടണമെങ്കിൽ ഫോക്കൽ ലെങ്തിനുള്ളിലായിരിക്കണം ഒബ്ജക്റ്റ് വെക്കേണ്ടത്. ഒരു കോൺകേവ് മിററിൽ വിർച്വൽ ഇമേജ് കിട്ടണമെങ്കിൽ ഫോക്കൽ ലെങ്തിലായിരിക്കണം ഒബ്ജക്റ്റ് വെക്കേണ്ടത്. കോൺകേവ് മിററിൽ വിർച്വൽ ഇമേജിന് ഫോക്കൽ ലെങ്തിനുള്ളിൽ ഒബ്ജക്റ്റ് വെക്കണം. ഫോക്കൽ ലെങ്തിനുള്ളിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇനി ബാക്കി ഇത് എഴുതിക്കോ. ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഏത് മിററാണ്, ഇനിയിപ്പോ ചോദിച്ചില്ലെങ്കിൽ പോലും അതങ്ങ് ആദ്യം തട്ടിയേക്കണം കേട്ടോ. ഡെന്റൽ ഡോക്ടർ യൂസ് ചെയ്യുന്ന മിറർ ഏതാണ്? കോൺകേവ് മിറർ. അപ്പൊ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് യൂസിങ് കോൺകേവ് മിറർ, അത് വേണോ? വേണ്ടല്ലോ, വേണ്ട. ആ സെന്റൻസ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാം എന്താ എഴുതേണ്ടത്. ഡെന്റൽ ഡോക്ടർ യൂസ് ചെയ്യുന്ന മിറർ കോൺകേവ് മിറർ ആണ്. വിർച്വൽ ഇമേജസ്, ഈ സച്ച് ഇമേജ് മാറ്റിയിട്ട് അവിടെ വിർച്വൽ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു സെന്റൻസ് ലാഭിക്കാലോ. Virtual images are formed എപ്പോഴാണ്? when object is placed, kept between focus and pole. ഫോക്കസിന്റെയും പോളിന്റെയും ഇടയ്ക്ക് വെക്കുന്നു. placed between focus and pole. So the minimum distance must be in 8 centimeter.
നിങ്ങൾ ലെറ്റ് എസ് എസ് ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി കേട്ടോ. ലെറ്റ് എസ് എസ് ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. എന്നിട്ട് ഒരു റേ ഡയഗ്രം കൂടി പറ്റുവാണെങ്കിൽ നിങ്ങൾ വരച്ചു വെച്ചൊക്കെ എക്സാമിന് ചോദിക്കുവാണെങ്കിൽ അതൊക്കെ പ്ലസ് ആ കേട്ടോ. നമുക്ക് ഇതൊക്കെ അറിയാമെന്ന് കാണിക്കാന്നുള്ള കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു റേ ഡയഗ്രം കൂടി വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ എഴുതുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അവിടെ എഴുതി വെച്ചു കേട്ടോ. ഒരു റേ അതായത് എഫിന്റെയും പിയുടെ ഇടയ്ക്ക് വരുന്ന കേസ് ഒരു റേ ഡയഗ്രം കൂടി എന്റെ കൂടെ വരയ്ക്കാനൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. ഓക്കെ, മാറ്റിക്കോട്ടെ പിള്ളേരെ, മാറ്റിക്കോട്ടെ. ആ നുഹ, ഫാത്തിമത്തിൽ ഫിദയ്ക്ക് ജലദോഷാണോ? വയ്യേ? അതെ സാർ. ഓക്കെ പറയട്ടാ. ഹിഷാമേ കഴിഞ്ഞോടാ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി നുഹയൊക്കെ എഴുതി കഴിഞ്ഞോ? ആ ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. അടുത്ത പേജ് എടുത്തോ, ഫ്രഷ് പേജ് എടുത്തോ. എന്നിട്ട് ഹെഡിങ് കൊടുത്തോ. സിദ്ധരത്തെ കൈ തലേന്ന് മാറ്റിക്കോ കേട്ടോ. എന്നിട്ട് ഫ്രഷ് പേജ് എടുത്തോ. എന്തെങ്കിലുമൊക്കെ പണി ചെയ്തോണ്ടിരിക്കും. ചുമ്മാ ഇരിക്കുമ്പോഴാണ് കൈ തലേ കൊടുക്കണം. ആ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. ആ ഫ്രഷ് പേജ് എടുത്തിട്ട് കൊടുക്കുക. സിദ്ധത്തിന്റെ പുറകിൽ നിന്ന് കണ്ണാടിയിൽ നോക്കണ ആരാ? ചേട്ടനാണോ? ആരത്? ബ്രദറാ? സിദ്ധരത്തെ അതാരത്? സിദ്ധരത്തെ പറയൂ, അതാരെന്ന് പറയൂ. അവനെ കൂടെ പോവാ. അവനെ കൊണ്ട് പോവാ. മദ്രസ ഉണ്ടോ? മദ്രസ പോകാനുള്ള ഒരുക്കത്തിലാണ്. എത്ര പഠിക്കുന്നേ? 7. 10ാം ക്ലാസ്സിലൂടെ കൂടെ ചേർത്തോട്ടോ. ഓഫ് ചെയ്തോ? കഴിഞ്ഞോ? ആ ഇതാ അടുത്ത പേജ് എടുത്തിട്ട് അടുത്ത ഹെഡിങ് കൊടുത്തോട്ടോ. ചാപ്റ്റർ 5 റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് ഹെഡിങ് കൊടുത്തോ. നമ്മൾ പുതിയ ചാപ്റ്റർ, പുതിയ ലോകത്തേക്ക് കിടക്കാം. ചാപ്റ്റർ 5 റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ചാപ്റ്റർ 5 റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, എന്നിട്ട് അതൊന്ന് എഴുതിയെടുത്തോട്ടോ. അഫീഫ ഇറങ്ങി ഓടി, ജീവനും കൊണ്ട് ഓടി. അടുത്ത ചാപ്റ്റർ തുടങ്ങിയപ്പോ അഫീഫ ഇങ്ങോട്ട് പോരെ. തിരിച്ചു വാ. ആ അവിടെ വന്നത് എങ്ങോട്ട് പോയത്? എന്തെടുക്കാൻ പോയത്? ഇപ്പൊ എന്തായിരുന്നു വളരെ അത്യാവശ്യമായിട്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു സീ എന്ന് എഴുതാനുള്ള ഇപ്പൊ ഇറങ്ങി ഓടി എന്തിനാ? ആ ഇവിടെ നോക്കിക്കോട്ടാ. ഈ ക്ലാസ്സിൽ നിന്നൊക്കെ അങ്ങനെ ചുമ്മാ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. അതൊക്കെ അവിടെ നിങ്ങൾ സ്കൂളിൽ അങ്ങനെ എഴുന്നേറ്റ് കിടക്കും. നിങ്ങൾ ആലോചിക്ക്, ടീച്ചർ വലിയ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് ഇറങ്ങി നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിരുന്ന് എങ്ങനെ ഉണ്ടാവും കേട്ടാ? ഇവിടെ നോക്കിക്കോട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ കാര്യം ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് വരാം കേട്ടോ. ആ സെന്റൻസ് ഞാൻ ഒന്ന് എഴുതാൻ പറഞ്ഞത് നിങ്ങൾ ഇനി എക്സാമിനൊന്നും ഇത് എഴുതിക്കണ്ടോ. എക്സാമിന് ആൻസർ ഷീറ്റിലൊക്കെ ഡോണ്ട് ബിലീവ് എവറിത്തിങ് യൂസ് ചെയ്യുന്നൊന്നും നിങ്ങൾ എഴുതൊന്നും വേണ്ട. ഇത് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയാ, നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അതിന്റെ താഴെ എഴുതേണ്ടത്
ഒരു അതായത് നമ്മൾ ഇതിന്റെ കാര്യങ്ങളും കോൺസെപ്റ്റ് ഒക്കെ പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ടാണ് നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹെഡിങ് കൊടുത്തോട്ടോ. സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. Speed of light and optical density. Okay. Speed of light and optical density. Okay. ആരുടെ ചോദിക്കാം? അർജുൻ. ഈ അഭിഷേക് ബ്ലറായി പോയാ. അഭിഷേകിനെ ഇപ്പൊ 140p കാണുന്നത്. ഒന്ന് നോക്കി എന്താന്ന്. അർജുൻ അറിയാവുന്ന സ്പീഡുള്ള കുറച്ച് സാധനങ്ങളുടെ പേര് പറഞ്ഞേ. സ്പീഡുള്ള കുറച്ച് സാധനങ്ങളോ? വണ്ടി സ്പീഡ്. ഏത് വണ്ടിയാ? സൈക്കിളാ? പ്ലെയിൻ? എയറോപ്ലെയിൻ? ഓക്കെ. പിന്നെ സ്പീഡിൽ ഓടുന്ന കുറച്ച് മനുഷ്യന്മാരുടെ പേര് പറയാമോ? സ്പീഡിൽ ഓടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ. സ്പീഡിൽ ഓടുന്ന ഫേമസ് ആയിട്ടുള്ള മനുഷ്യൻ. അയാൾ തൊട്ടടുത്ത കടയെ വരെ ഓടിയിട്ടാ പോവാന്നാ പറയുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ട്. അതെ, ഹരികൃഷ്ണൻ അറിയാം. ഹരികൃഷ്ണൻ ഒന്ന് പറഞ്ഞ പോലെ ആ സ്പീഡിൽ ഓടുന്ന മനുഷ്യന്റെ പേര്? ഉസൈൻ ബോൾട്ട് ആണോ? ഉസൈൻ ബോൾട്ട്. കണ്ടോ അല്ലെ? ഉസൈൻ ബോൾട്ട് നല്ല സ്പീഡിൽ ഓർമ്മയാണ്. പിന്നെയോ അർജുൻ സ്പീഡിൽ ഓടും. ഉസൈൻ ബോൾട്ടിനൊക്കെ സ്പീഡിൽ ഓടും അർജുൻ. ഓടൂലേ? അർജുൻ ഓടും. അർജുൻ ഉറപ്പായിട്ട് ഓടും. അർജുൻ വേണമെങ്കിൽ ഉസൈൻ ബോൾട്ടിനെ സ്പീഡിൽ എന്തായാലും ഓടാൻ പറ്റും. പിന്നെ അർജുൻ അതിന്റെ സിറ്റുവേഷൻ വരുന്നില്ല എന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു പട്ടി പുറകെ എത്തിക്കഴിഞ്ഞാൽ അർജുൻ ഓടും അല്ലെ? നമുക്ക് അതിന്റെ സിറ്റുവേഷൻ വരാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുള്ളൂ. നമുക്കൊക്കെ വേണമെങ്കിൽ ഉസൈൻ ബോൾട്ടിനേക്കാൾ സ്പീഡിൽ വളരെ ഈസി ആയിട്ട് ഓടാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഏറ്റവും സ്പീഡുള്ള സാധനങ്ങളിൽ ഒന്ന് പറഞ്ഞാണ് ഇപ്പൊ അവൻ എയറോപ്ലെയിൻ പറഞ്ഞു. പിന്നെ ഉസൈൻ ബോൾട്ടിന്റെ കേസ് പറഞ്ഞു. ഏറ്റവും സ്പീഡ് ആർക്കാം? ഐറിൻ, ഇതിൽ ഏറ്റവും സ്പീഡ് ആർക്കാം? മൊത്തത്തിൽ ഏറ്റവും സ്പീഡുള്ള ഒരു സാധനം എന്താ? ഒരു സാധനത്തിന്റെ പേര് പറയാമോ? ലൈറ്റ് അല്ലെ? ലൈറ്റ് ഭയങ്കര സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ലൈറ്റിന്റെ സ്പീഡ് എത്രയാണെന്ന് അറിയാമോ? അതെ, നയനക്ക് അറിയാം. ലൈറ്റിന്റെ സ്പീഡ് പറഞ്ഞോ നയന. ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്? ഒരു ഫേമസ് നമ്പറാ. നിങ്ങൾ ചിലപ്പോ കേൾക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചേ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, എന്നാ ഇപ്പൊ കേട്ടോ. സ്പീഡ് ഓഫ് ലൈറ്റ് ഈക്വൽ ടു ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അത് ഒരു സെക്കൻഡിൽ ഇത്രയും മീറ്റർ, അത്രേ ഉള്ളൂ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഇങ്ങനെ എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഷോർട്ടാക്കി എഴുതാറുണ്ട്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതായത് 3യുടെ കൂടെ 8 പൂജ്യം അതിന്റെ മീനിങ് കേട്ടോ. അതായത് ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇതാണ്. 1 2 3 4 5 6 7 8. അതായത് വെറും 30 കോടി മീറ്റർ ഒരു സെക്കൻഡിൽ വെറും 30 കോടി മീറ്റർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലൈറ്റ് ട്രാവൽ ചെയ്യുള്ളൂ. ഓക്കെ. ആ സ്പീഡ് ഓഫ് ലൈറ്റ് അവിടെ എഴുതി വെച്ചു. സ്പീഡ് ഓഫ് ലൈറ്റ് 30 കോടി മീറ്റർ അല്ലെ? 30 കോടി മീറ്റർ എന്ന് പറയുമ്പോ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഒരു സെക്കൻഡ്? 2,99,000. അതായത് 3 ലക്ഷത്തോളം കിലോമീറ്റർ വരും. 3 ലക്ഷം കിലോമീറ്റർ. ഓക്കെ. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഇതാണ്. ഓക്കെ. ഇനി കേട്ടോട്ടോ പിള്ളേരെ, ഇനി ശ്രദ്ധിച്ചോളണേ. കഴിഞ്ഞോ? അത് എഴുതണം. അത് വേണം. നമുക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ സാധനമൊക്കെ ആവശ്യമുള്ള. ഓക്കെ. ഇനി ആ ഫാരിസ ഫാത്തിമയോട് എന്റെ ക്വസ്റ്റ്യൻ. ഫാരിസ ഓഡിയോ ഓൺ ചെയ്തോ, കീഴടങ്ങിക്കോ. ഓഡിയോ ഓൺ ചെയ്തോ. ഫാരിസ, ഈ സ്പീഡ് ലൈറ്റിന് എല്ലാ മീഡിയത്തിലും ഉണ്ടോ?
ഈ സ്പീഡ് ലൈറ്റിന് എല്ലാ മീഡിയത്തിലും ഉണ്ടോ? വാട്ടറിലും ഗ്ലാസ്സിലും എല്ലാം ഈ സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യോ ഇല്ലയോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഉണ്ടായിരിക്കും. ഫാത്തിമ എങ്ങനെ ഓടുമ്പോ? ഫാത്തിമ ഓടുവാണ്, റോട്ടീവിലൂടെ ചുമ്മാ ഓടുവാണ് രാവിലെ എണീറ്റ്. അപ്പൊ കുറെ വെള്ളം കിടക്കുക. ഫാത്തിമയ്ക്ക് ഇതിലൂടെ ഓടുന്ന പോലെ വെള്ളത്തിലൂടെ ഓടാൻ പറ്റൂല്ലയോ? പറ്റും. വെള്ളത്തിലൂടെ ഓടും. എയറിലൂടെ ഓടുന്ന അതേ സ്പീഡിൽ ഫാത്തിമ വെള്ളത്തിലൂടെ ഓടുവോ? ഫാരിസ ഫാത്തിമ? ഇല്ല. ഈ ഫാരിസ ഫാത്തിമയുടെ പറഞ്ഞ കാര്യം പറഞ്ഞ പോലെയാണ് ലൈറ്റിന്റെ കാര്യം. ലൈറ്റിന് എല്ലാ മീഡിയത്തിലും ഒരേ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ കഴിയൂല പിള്ളേരെ. അതായത് ലൈറ്റിന്റെ സ്പീഡ് കുറയ്ക്കാൻ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതേ ഈ ഗ്ലാസ് ലാബ് അങ്ങെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് പറയും അല്ലെ, ഇന്ന് ക്ലാസ്സിൽ പൊക്കും ഇതുമായിട്ട്. എന്നിട്ട് പറഞ്ഞോ ഈ ലൈറ്റിന്റെ സ്പീഡ് ഞാൻ കുറയ്ക്കട്ടെ എന്ന് പറയണം. എന്നിട്ട് ദേ കുറച്ചു എന്നും പറഞ്ഞ് ഇതങ്ങ് കാണിച്ചു കൊടുക്കണം. കണ്ടോ? അവന്മാര് ഞെട്ടിപ്പോവും, ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചു. എന്താ? അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ഏറ്റവും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതാണ് വാക്വം, എയർ, ഇതിലൊക്കെ. ഓക്കെ, വാക്വത്തിലാണ് ഏറ്റവും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇത് അപ്രോക്സിമേറ്റ് വാല്യൂ അല്ല കേട്ടോ. ഈ 3 × 10⁸ എന്ന് പറയുന്ന ഒരു റഫ് വാല്യൂ ആണ്. കറക്റ്റ് വരുമ്പോൾ 2.99 സംതിങ് ആണ് വരിക. ഓക്കെ, നമ്മളൊന്ന് പ്രോബ്ലം ചെയ്യാനൊക്കെ എളുപ്പത്തിന് നമ്മൾ 3 × 10⁸ ആയിട്ടാണ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതും അങ്ങനെ തന്നെയാണ്, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്നാണ്. അപ്പൊ ഈ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്നുള്ള വാല്യൂ എല്ലാ മീഡിയത്തിലും ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ഇത് എവിടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതാണ്? ഇത് വാക്വത്തിലോ എയറിലോ ലൈറ്റിന്റെ സ്പീഡാണ്. വാക്വം എന്ന് പറഞ്ഞാൽ ശൂന്യത, എയർ ഇല്ലാത്തത് കേട്ടോ, ഓർ എയർ. ഓക്കെ, അതും കൂടെ നോട്ട് ചെയ്തു കേട്ടോ. അപ്പൊ വാക്വത്തിലോ എയറിലോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് ഈ 3 × 10⁸ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അതിന്റെ കൂടെ ഇത് എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് മീഡിയം. ഓരോ മീഡിയത്തിലും ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് മീഡിയം. ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് മീഡിയം. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് മീഡിയം. ഓക്കെ, ഏറ്റവും സ്പീഡിൽ റോസ്മേരിക്ക് ഓടാൻ പറ്റുന്ന വെള്ളത്തിലൂടെയാണോ വായുവിലൂടെയാണോ? എയറിലൂടെ. ഓക്കെ, നമ്മുടെ ലൈറ്റിന്റെ കാര്യം ഇങ്ങനെ തന്നെയാ. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ എക്സ്പ്ലനേഷൻ രണ്ടും ഡിഫറെന്റാ. ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്ക് വാട്ടറിലൂടെ സ്പീഡിൽ ഓടാൻ കഴിയാത്തതെന്ന് അറിയോ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഹൈ മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ വെൻ കമ്പയർഡ് ടു എയർ. എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിന്റെ മാസ് ഡെൻസിറ്റി ആണ് കൂടുതൽ. ഇവിടെ നമ്മൾ എടുക്കുന്നത് മാസ് ഡെൻസിറ്റി അല്ല, ഇവിടെ അതിന് വേറൊരു വാക്കാണ്. മാസുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെൻസിറ്റിയാണ് മാസ് ഡെൻസിറ്റി. ഇവിടെ ലൈറ്റിന്റെ കേസ് വരുമ്പോൾ ഒപ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത, ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഒപ്റ്റിക്സ് കേട്ടോ. അപ്പൊ ഒപ്റ്റിക്സുമായിട്ട്, അതായത് ഇതേക്കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ച് ആണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒപ്റ്റിക്സുമായിട്ടുള്ള ഡെൻസിറ്റിക്ക് നമ്മൾ എന്ത് പേര് കൊടുക്കാം മുഹമ്മദ് ഫാദിലെ? മാസ് ഡെൻസിറ്റി അവിടെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കേസൊക്കെ പറഞ്ഞ പോലെ, പക്ഷെ ലൈറ്റിന്റെ കേസ് വരുമ്പോൾ എന്തെന്ന് കൊടുക്കാം അവിടെ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. മനസ്സിലായി? ഇത് രണ്ടാണ്, ഒരേ സാധനം അല്ല, രണ്ടാണ്. എന്നാലും ഒന്ന് കമ്പയർ ചെയ്യാൻ എളുപ്പമുണ്ട്. അതായത് നമുക്ക് എന്തുകൊണ്ട് ഒരാൾ നമ്മളോട് ചോദിക്കും, ഇപ്പൊ നുവാ ഫാത്തിമേനെ വിളിച്ചിട്ട് ഒരാൾ ചോദിക്കുവാണ്, നുവാ ഫാത്തിമയ്ക്ക് എന്തുകൊണ്ട് എയറിലൂടെ ഓടുന്ന സ്പീഡിൽ വാട്ടറിലൂടെ ഓടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നുവാ ഫാത്തിമ എന്താ പറയാ? ഇറ്റ് ഈസ് ബിക്കോസ് മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറയും. അതേസമയം ഒരാൾ ചോദിക്കുവാണ്, ലൈറ്റ് എന്തുകൊണ്ട് എയറിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിന്റെ അതേ സ്പീഡില് വാട്ടറിലൂടെ ട്രാവൽ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ നുവാ ഫാത്തിമ എന്തെന്ന് പറയണം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ദാൻ എയർ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് വാട്ടറിൽ സ്പീഡ് കുറയുന്നു? അതിന്റെ റീസൺ ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തില് സ്പീഡ് കുറവായിരിക്കും വാട്ടറിൽ. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കും. അപ്പൊ 2-3 പോയിന്റ് ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ? സ്പീഡ് ഓഫ് ലൈറ്റും വാക്കും ആദ്യം എഴുതി, ഫേമസ് നമ്പർ ആണ് 3 × 10⁸. അത് കഴിഞ്ഞ് അതിന്റെ താഴെ എഴുതി ഓരോ മീഡിയത്തിലും ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്. അതിന്റെ കൂട്ടത്തില് ആ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഡും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ. ഒരു 4 മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് നിങ്ങൾ പഠിക്കണേ. എല്ലാ മീഡിയത്തിലൂടെയുള്ള പഠിക്കണ്ട കേട്ടോ. കെറോസിൻ, ബാക്കിയുള്ള എല്ലാ മീഡിയങ്ങളും ഉണ്ടല്ലോ, കുറെ മീഡിയങ്ങളുണ്ടല്ലോ. ഇപ്പൊ പറയുന്ന ഓയിലൊക്കെ പറയാലോ, അതിലൂടെ ഒന്നും ലൈറ്റിന്റെ സ്പീഡ് നിങ്ങൾ പഠിക്കണ്ട. പക്ഷെ ഒരു 4 മീഡിയം നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം ആ 4 മീഡിയം. ഓക്കെ, ഇവിടെ മീഡിയം എന്ന് കൊടുക്കാം കേട്ടോ. മീഡിയം ഫസ്റ്റ് മീഡിയം എയർ. നമ്മളിപ്പോ ഓൾറെഡി പഠിച്ചു അല്ലെ? എയറിന്റെ ഓൾറെഡി നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 3 മീഡിയം പഠിച്ചാൽ മതി. എയർ,
അടുത്താണ് വാട്ടർ. വാട്ടർ, അടുത്തത് ഗ്ലാസ്. നെക്സ്റ്റ് വൺ ഡയമണ്ട്. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഇനി അതിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ്. സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ്. എയറിലൂടെയുള്ള ഓൾറെഡി നമ്മൾ പഠിച്ചു. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഞാനിപ്പോ എയറിലൂടെ പറയാത്തതിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് വാട്ടിലൂടെ ഉള്ളത് ചോദിക്കുന്നില്ല. 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 2.25 × 10⁸. ഓക്കെ, ഗ്ലാസ്സിലൂടെയുള്ള കുറച്ചുകൂടെ എളുപ്പമാണ്. 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ലാസ്റ്റ് ഒന്നാണ് ഡയമണ്ടിലൂടെയുള്ള. ഡയമണ്ടിലൂടെ വരുന്നത് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഡയമണ്ടിലൂടെ വരുന്നത്. ഓക്കെ, 3 × 10⁸, 2.25 × 10⁸, 2 × 10⁸, 1.25 × 10⁸. ഇതാണ്, അല്ല 1.25, 1.5 ആണ്. 1.5. ഏയ് 2 സെക്കൻഡ്, എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. 1.25 ആണോ 1.5? ആ ടെക്സ്റ്റിൽ ഒന്ന് കൊടുത്തേക്കണം നോക്കി പിള്ളേർ. 1.25 തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് നോക്കാവോ, ടെക്സ്റ്റ് നോക്കാവോ? സ്പീഡ് ഓഫ് ഡയമണ്ട് കൊടുത്തേക്കുന്നത് 1.25 അല്ലേ? 1.25 അല്ല കൊടുത്തത്. യെസ്, 1.25 ആണല്ലേ. സോറി, അങ്ങനെ തന്നെ എഴുതിക്കോട്ടെ. അങ്ങനെ തന്നെ 1.25. 1.25. ഓക്കെ, അപ്പൊ ഇതാണ് ഡയമണ്ടിന്റെ സ്പീഡ്. അപ്പൊ ഈ സ്പീഡുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതിനകത്ത് വാട്ടറിന് മാത്രമാണ് പഠിക്കാൻ പറയുന്നുള്ളൂ, എന്നാലും സോറി എയറിന് മാത്രമാണ് പഠിക്കാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ള വലിയ പാടൊന്നുമില്ലല്ലോ. ഓക്കെ, എയറിന്റെ ആകുമ്പോൾ 3 × 10⁸, വാട്ടറിന്റെ ആകുമ്പോൾ 2.25 ആവും, ഗ്ലാസിന്റെ ആകുമ്പോൾ എന്താവും 2 ആവും, ഡയമണ്ടിന്റെ ആകുമ്പോൾ 1.25 ആവും. എളുപ്പമല്ലേ? ഓക്കെ, ഈ സ്പീഡ് ഒന്ന് അറിഞ്ഞിരിക്കുക. 4 മീഡിയം, ഈ 4 മീഡിയത്തിന്റെ സ്പീഡ് അറിഞ്ഞിരിക്കുക. ഇനി കഴിഞ്ഞ പിള്ളേരെ കഴിഞ്ഞോ? അപ്പൊ ഓരോ മീഡിയത്തിലും ലൈറ്റിന്റെ സ്പീഡ് കുറയാനുള്ള കാരണം ചോദിച്ചാൽ എന്തെന്നാ മോനെ പറയാ? എന്തെന്നാ ഫർസാന പറയാ? ഓരോ മീഡിയത്തിലും ലൈറ്റിന്റെ സ്പീഡ് കുറയാനുള്ള റീസൺ ചോദിച്ചാൽ എന്താ പറയാ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി optical. മിടുക്കി സൂപ്പർ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള കാരണം കൊണ്ടാണ് ലൈറ്റിന്റെ സ്പീഡ് കുറയുന്നത്. ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിൽ ലൈറ്റ് വേഗത കുറവായിട്ടാണ്, വേഗത കുറച്ചേ ലൈറ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇതിൽ ഏത് മീഡിയത്തിലായിരിക്കും എന്ന് പറഞ്ഞ മോനെ ആഷിക്കെ? ഇതിൽ കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയ എയർ ആയിരിക്കോ ഡയമണ്ട് ആയിരിക്കോ? കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയ ഏതായിരിക്കും? എയർ ആയിരിക്കോ ഡയമണ്ട് ആയിരിക്കോ? എന്നടാ എല്ലാം ഇങ്ങനെ തെറ്റിക്കണേ? ഏതെങ്കിലും ശരിയാത്ര? എയറിനാണോടാ? നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡ് തീരെ കുറവാന്നല്ലേ പറഞ്ഞത്? അപ്പൊ എയർ ആയിരിക്കോ? എയറിലല്ലേ ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്? എയറിലും സ്പീഡിൽ ഏതെങ്കിലും മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്നുണ്ടോ വാക്കുത്തിലെ സ്പീഡില്? പിന്നെ എന്തിനാടാ അത് പറഞ്ഞ എന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നിനക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നീ മനഃപൂർവ്വം തെറ്റിക്കുന്നതല്ലേ? സത്യം പറഞ്ഞു, നീ മനഃപൂർവ്വം തെറ്റിക്കുന്നതല്ലേ? അല്ലേ? അതെ, നീ മനഃപൂർവ്വം തെറ്റിക്കുക, എനിക്ക് ഉറപ്പാ. അല്ലെ, അതായത് ഇപ്പൊ പറഞ്ഞോളൂ, ഫർസാന സീസ് ഇപ്പൊ പറഞ്ഞോളൂ. എന്താണ് ഫർസാന സീസ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞോളൂ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിലെ ലൈറ്റ് സ്പീഡ് കുറവാണ്. എന്നിട്ട് പിന്നെ തെറ്റിക്കണം എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ, ഇനി ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. എന്റെ കറക്റ്റ് ആയിട്ട് കേൾക്കട്ടെ ഞാൻ. ഏതാ? അപ്പോഴും സംശയല്ലേ? ഒന്ന് ഉറപ്പിച്ച് പറടാ കുട്ടാ. ഡയമണ്ട് എന്ന് പറ, കേക്കട്ടെ. ആ, ഈ പെമ്പിളേറെ ചിരിക്കുന്നു. പെട്ടെന്ന് പറ, ഡയമണ്ട് എന്ന് പറ. ഇതേ അല്ലേന്ന് എടീ, അല്ലേ അങ്ങ് മാറ്റ്. ഡയമണ്ട് എന്നൊന്ന് പറഞ്ഞേ. ഡയമണ്ട് അല്ലേ ആണോ പെണ്ണോ ചോദിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഡയമണ്ട് എന്ന് പറഞ്ഞ പോരെ? അതിന്റെ ഇടയ്ക്ക് വേറെ എന്തോ ഡിസ്റ്റർബൻസ്. ഓക്കെ, കുഴപ്പമില്ല. പഠിക്കണ ട്രാക്കിലാവുന്നേ. ഇനി എപ്പോഴാ ട്രാക്കിലാവുക? അതെ, സെപ്റ്റംബർ ഒക്ടോബർ ആയി. ഈ മാസം കുറവാ കേട്ടോ. ഇനിയുള്ളെങ്കിൽ പഠിക്കാം. ബാക്കിയുള്ള അവിടെ കിടന്നോട്ടെ. ബാക്കിയുള്ള 3-4 ചാപ്റ്റർ അവിടെ കിടന്നു. ഇനിയുള്ള നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ട് പിന്നെ SLC ഫസ്റ്റ് പാർട്ട് മാത്രം നോക്കിയാൽ മതിയല്ലോ കേട്ടോ. അപ്പൊ ഇനിയുള്ള തുടങ്ങി. ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കും, പഠിക്കും, ക്ലാസ്സിൽ ശ്രദ്ധിക്കും, ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് എന്തെങ്കിലും ഉണ്ട് ക്ലാസ് കഴിയുമ്പോൾ ചോദിച്ചു. ആശിക്കൊന്നും ക്ലാസ് കഴിഞ്ഞ് ഇരിക്കാറേ ഇല്ല അല്ലെ? നമ്മൾ ഒരാള് കഴിവിന്റെ പരമാവധി അധ്വാനിച്ചിട്ടാണ് കിട്ടാത്തെങ്കിൽ നമുക്ക് പറയാം ഇത് ആശിക്കിന്റെ ഭാഗത്ത് നിന്ന് അധ്വാനം ഉണ്ടാവണല്ലോ. ക്ലാസ് തീരുമ്പോൾ ആശിക്ക് ഇരിക്കാറില്ല. ആശിക്ക് ആദ്യം ഇറങ്ങി ഓടും അല്ലെ? ഒരു ഡൗട്ടും ഇല്ലാന്ന് അതിന്റെ അർത്ഥം. ക്ലാസ് ഫുള്ള് ക്ലിയർ ആണെന്ന് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അരിച്ച് ചവിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പറയാം.
ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കോട്ടെ പിള്ളേരെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്നിയൊക്കെ തലക്ക് കൈയൊക്കെ കൊടുത്ത് എന്റെ പൊന്നോ, ആ കൈയൊക്കെ മാറ്റി വെച്ച കൂട്ടാ. അതെ, ഇവിടെ നോക്കിക്കോട്ടോ. അപ്പൊ ഓരോ മീഡിയത്തിലും ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഈ ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഈ മീഡിയത്തിനായിരിക്കും മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനി ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആ ഹൈറ്റിന്റെ കേസ് പറഞ്ഞ പോലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറയുമ്പോൾ. ഓക്കെ, അബീന സുബൈർ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അബീന സുബൈർ, വാട്ടറിനാണോ ഗ്ലാസിനാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്? ഗ്ലാസിനാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് അല്ലെ? ആശിക്ക പേടിക്കണ്ടാ, നിനക്ക് കൂട്ടുണ്ട് കേട്ടാ. താഴേക്ക് പോകുന്നതോറും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുവാണ്, സ്പീഡ് കുറയുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുവാന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കാ കുറവെന്ന് വെച്ചപ്പോ ആ സ്പീഡ് കൂടുതലുള്ള മീഡിയത്തിനാണ് പറയാ. ഏതിനാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാ? അല്ല ശരിയാ മോളെ, ഏതിനാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് ഏതിനാ അതിനകത്ത്? ഗ്ലാസിനാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്? വാട്ടറിലും ഏതിനാ മോളെ കുറവ്? ഇത് മനസ്സിലാവുള്ളേ. സ്പീഡ് നോക്ക്, ഇതാണ് വാട്ടർ, ഇതാണ് ഗ്ലാസ്. ഇതിൽ ഏതിനാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്? സ്പീഡ് കൂടുതൽ ഏതാ അത് പറയാൻ നോക്കട്ടെ. സ്പീഡ് കൂടുതൽ എവിടെയാ? വാട്ടറാണോ ഗ്ലാസിനാണോ? വാട്ടർ ആണ്. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് എവിടെയായിരിക്കും? ശ്രദ്ധിക്കണ്ട. സ്പീഡ് കൂടുമ്പോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. സ്പീഡ് കൂടുതലുള്ള മീഡിയത്തിനാണ് ഡെൻസിറ്റി കുറവ്. കാരണം സ്പീഡ് കൂടാൻ കാരണം ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാ. ഓക്കെ, അപ്പൊ ഏത് മീഡിയ എടുക്കാം? പറഞ്ഞോ. സ്പീഡ് കൂടുമ്പോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും പറഞ്ഞോ. അപ്പൊ ഏത് മീഡിയ? വാട്ടർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയ ആണ് വാട്ടർ. മനസ്സിലായല്ലോ പിള്ളേരെ? എയറും വാട്ടറില് ഏത് മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്നൊന്ന് പറഞ്ഞേ നുഹ. എയറിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. സൗണ്ട് എന്ത് പറ്റി? ഇപ്പൊ പോയതാണോ? അല്ല, ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇന്നാലും ഇങ്ങനെ ഒരു കൊച്ചിന് പോയിട്ട് തിരിച്ചു വന്നേ ഇല്ല കേട്ടോ. സൗണ്ട് പിന്നെ ഇതാണ്. ഹിബ കരീം ഏത് മീഡിയത്തിന് ഹിബ കരീം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? എയറിനാണോ വാട്ടറിനാണോ? വാട്ടറിന്. അപ്പൊ നേരത്തെ അബീന എന്റെ അടുത്ത് പറയാണ് വാട്ടറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. ഇപ്പൊ ഹിബ എന്റെ അടുത്ത് പറയാണ് വാട്ടറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. അതെന്താ ഹരികൃഷ്ണ? എന്താണ് കാരണം? എന്താ സാർ ഒന്നും കൂടെ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോ മനസ്സിലാക്കി തരാനൊന്നും പറ്റില്ല. കാര്യം ഇത്രേ ഉള്ളൂ, നീ ഓടി നോക്കിയതോ. കാര്യം ഇത്രേ ഉള്ളൂ. കാവ്യമാധവനെ ബിന്ദു പണിക്കരനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയും കാവ്യമാധവന്റെ സൗന്ദര്യം കൂടുതലാണെന്ന് പറയും. കാവ്യമാധവനെ ഐശ്വര്യ റായിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും എന്താണ് ഐശ്വര്യ റായിക്കാണ് സൗന്ദര്യം കൂടുതലെന്ന്. കാരണം കമ്പാരിസൺ ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ രണ്ട് മീഡിയം കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ ഒരു മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് ഇങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വലിയ മീഡിയം വന്നു കഴിഞ്ഞാൽ എന്തായി? അതിനായില്ലോ. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ എയറും വാട്ടറുമാണ് കമ്പയർ ചെയ്യുന്നെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയം വാട്ടർ ആണ്. പക്ഷേ വാട്ടറും ഗ്ലാസും ആണ് കമ്പയർ ചെയ്യുന്നെങ്കിലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയം ഗ്ലാസ്സാ. എന്നാൽ ഗ്ലാസും ഡയമണ്ടും ആണ് കമ്പയർ ചെയ്യുന്നെങ്കിലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയം ഡയമണ്ട് ആണ്. ആ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഇത് കമ്പാരിസൺ ആണ്, നമ്മൾ പഠിക്കുന്നതൊക്കെ കമ്പയർ ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പൊ ഇത് മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. ഈ മേളിൽ കാണുന്നതിനാണ് ഇപ്പൊ ഇതിൽ 4 എടുക്കുമ്പോൾ ലീസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, ലീസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നിങ്ങൾ ഇത്രയും അതിന്റെ കൂടെ ആ കാര്യം ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്നു. അതവിടെ എഴുതി വെച്ചേ. ആസ് ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ്. നോട്ട് കേട്ടോ പിള്ളേരെ. ആസ് ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ്, ആസ് ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഇനി മാറിപ്പോരുത് കേട്ടോ. അപ്പൊ രണ്ട് മീഡിയം തന്നിട്ട് ഏത് മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലെന്ന് ചോദിച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലുള്ള മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവും, സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ള മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുമായിരിക്കും. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് സ്പീഡ് ഓഫ് ലൈറ്റിനെ കുറയ്ക്കുന്നതെന്ന്. ക്ലിയർ ആണോ പിള്ളേർ? അഭിനയൊക്കെ ക്ലിയർ ആണോ? സ്പീഡ് ഓഫ് ലൈറ്റിനെ കുറയ്ക്കുന്ന പ്രത്യേകതയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു. ഇതൊക്കെ എഴുതണം കേട്ടോ.
അപ്പൊ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഷോസ് എന്താ ഷോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു മീഡിയം സ്പീഡ് ഓഫ് ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഷോസ് how a medium influence speed of light. How a medium influence speed of light. How a medium influence speed of light. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ. ഇത് മാസ് ഡെൻസിറ്റിനോട് സെയിം ആയിട്ടുള്ള ടേം അല്ല കേട്ടോ. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഡെൻസിറ്റി അല്ല ഇത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. ഇത് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. മാസ് ഡെൻസിറ്റി ആയിട്ട് നേരെ കമ്പയർ ഇത് പറയാൻ പറ്റില്ല. ഇത് മാസ് ഡെൻസിറ്റി ആണെന്ന് വിചാരിക്കുക. അതായത് മാസ് ബൈ വോളിയം നിങ്ങൾ എടുക്കുമല്ലോ, പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ, മാസ് ബൈ വോളിയം. ഇതല്ല കേട്ടോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയ ഏതാണ്? അതിന്റെ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി, എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്ലോ ഡൗൺ ലൈറ്റ്. അങ്ങനെ കൂടി എഴുതിയാൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. കാരണം ഇതൊരു സുഖമില്ലാത്ത ഡെഫിനേഷൻ ഈ എഴുതിയേക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് തന്നേക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞോളൂ. കൂടെ ഇതും കൂടെ എഴുതി. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്ലോ ഡൗൺ ലൈറ്റ്. ഒരു ലൈറ്റിനെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ എബിലിറ്റിയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കാണിക്കുന്നത്. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്ലോ ഡൗൺ ലൈറ്റ്. അപ്പൊ ഏത് മീഡിയത്തിലായിരിക്കും ലൈറ്റ് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്? നിഹാന പർവിനെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലാണോ ലൈറ്റ് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്? കുറഞ്ഞ മീഡിയത്തിൽ. കേട്ടോ, ഈ ഒരു ഐഡിയ കിട്ടണം കേട്ടോ. ഹരികൃഷ്ണന് കിട്ടിയോടാ മോനെ? കിട്ടിയാ? ഏത് മീഡിയത്തിലായിരിക്കും ഹരികൃഷ്ണൻ? പറഞ്ഞോ. അതെന്താ ഇങ്ങനെ ചോദിക്കേണ്ട വരുന്ന ഹരികൃഷ്ണനോട്? വീണ്ടും ഒന്നോടെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട വരുന്നത് എന്തുകൊണ്ട്? ഹരികൃഷ്ണൻ ക്ലാസ്സിൽ ശ്രദ്ധയില്ല എന്നല്ല എന്റെ അർത്ഥം അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും ഹരികൃഷ്ണൻ കേൾക്കണില്ല അല്ലേ? ഞാൻ പഠിപ്പിച്ച എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ അത് പോയി എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ ഒന്നോടെ ഞാൻ പറയില്ലല്ലോ എപ്പോഴും. അവിടെ ആരാ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്? തൊട്ടടുത്ത് അമ്മയാണ്. അപ്പൊ ഒന്നും ചെയ്യാനില്ല കേട്ടോ. കൂട്ടുകാരനൊക്കെയാണ് രണ്ട് വഴക്ക് പറയാം. അമ്മയുടെ അടുത്ത് എന്ത് പറയാനാ? അമ്മ വെയിറ്റ് ചെയ്യണം. ആ ആക്ടിവിറ്റി ഒരു മിനിറ്റോടെ കഴിഞ്ഞാൽ തുടങ്ങുമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റോടെ കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നോക്കിക്കോളേ. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസ് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്ലോ ഡൗൺ ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതായത് ലൈറ്റിനെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള കഴിവാണ് കേട്ടോ. മനസ്സിലാക്കുക, ഏത് മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ? സ്പീഡ് ഓഫ് ലൈറ്റ് കുറവുള്ള മീഡിയത്തിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. അതായത് താഴേക്ക് വരുന്നതോറും ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെയാണ്. അതായത് ഇത് മേളിലേക്കല്ല ഇൻക്രീസ് ചെയ്യുന്നത്, ഇത് താഴേക്കാണ് ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ. സ്പീഡ് ഓഫ് ലൈറ്റ് മേളിലേക്കാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആദ്യത്തെ ലെറ്റേഴ്സ് വെച്ചിട്ട് എന്തെങ്കിലും അവഗാഡ്രോ എന്ന് പഠിച്ചു. നിങ്ങൾക്ക് ഒരു സയന്റിസ്റ്റിന്റെ പേരുണ്ട്, അവഗാഡ്രോ. 6.022 × 10⁻23 നമ്പർ ഓഫ് മോൾ പഠിച്ചിട്ടില്ലേ? മോൾ ആരുടെ മോളാന്നൊക്കെ പറഞ്ഞൊക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ആ നമ്പർ ഓഫ് മോളിൽ നിങ്ങൾ പഠിച്ചേക്കുന്ന ഒരാളാണ് അവഗാഡ്രോ നമ്പർ. അപ്പൊ AWGD എന്ന് ഓർത്താൽ മതി. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുന്ന ഓർഡർ ആണ്, സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുന്ന ഓർഡർ ആണ് AWGD. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്ന ഓർഡർ എന്ന് പറയുന്നത് AWGD ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുന്ന ഓർഡർ റിവേഴ്സ് ആണ്, DGWA. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുന്ന ഓർഡർ. ഓക്കെ, കൂടുതൽ പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ഈ ഒരു കാര്യം കൂടി, ഒരേ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് ആക്ടിവിറ്റിയിലേക്ക് പോകാം കേട്ടോ. ഈ കുറഞ്ഞ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിന്, അതായത് ലെസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിന് നമ്മൾ ഒരു പേര് വിളിക്കും. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് അതോടെ കഴിഞ്ഞ ആക്ടിവിറ്റി ആണ് കേട്ടോ. ലെസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്ന് വിളിക്കും. ഒപ്റ്റിക്കലി റെയറർ മീഡിയം. അങ്ങനെയുള്ള മീഡിയത്തില് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി മോർ. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിരിക്കും. ഇനി കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിന് എന്താ വിളിക്കാന്നറിയോ? മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒരു മീഡിയത്തിനുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്നാണ് വിളിക്കുക. ഡെൻസർ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഡയമണ്ടും എയറും തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയമണ്ടിനെ ഡെൻസർ മീഡിയം എന്നാ വിളിക്കുക, എയറിനെ നമ്മൾ റെയറർ മീഡിയം എന്നാ വിളിക്കുക കേട്ടോ. വ്യത്യാസം മനസ്സിലാക്കുക, കാരണം അതിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. അപ്പൊ ലൈറ്റിനെ എത്രമാത്രം ഒരു മീഡിയം കുറയ്ക്കുന്നു, അതിന്റെ സ്പീഡ് കുറയ്ക്കുന്നു, പിടിച്ചു നിർത്തുന്നു. ഓക്കെ, അതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കാണിക്കുന്നത്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയം എന്ന് പറഞ്ഞാൽ ലൈറ്റിന് കടന്നു പോകാൻ പ്രയാസമാണ് ആ മീഡിയത്തിലൂടെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം ആണെങ്കിൽ ലൈറ്റ് നല്ല സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അതാണ് എയർ, വാക്കോ, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. കൂടിയ മീഡിയത്തിന് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ പഠിച്ച ഗ്ലാസും ഡയമണ്ടൊക്കെ. ഓക്കെ,
ഇനി നമ്മൾ പഠിച്ചത് നമുക്ക് റിഫ്രാക്ഷന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഇത് നമുക്ക് അതിന്റെ റീസൺ ആയിട്ട് പറയാനുള്ളതാണ് റിഫ്രാക്ഷന്റെ. അതുകൊണ്ടാണ് ഇത് ആദ്യം പഠിപ്പിച്ചത്. അടുത്ത ഹെഡിങ് കൊടുത്തോ. നമ്മൾ ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എക്സ്പെരിമെന്റിന്റെ പേരാണ് മാജിക് കുൾ. കേട്ടോ, എക്സ്പെരിമെന്റ് 1. എക്സ്പെരിമെന്റ് 1 മാജിക് കുൾ. ഓക്കെ, എക്സ്പെരിമെന്റ് ചെയ്യാം. വീഡിയോ ഓഫ് ചെയ്ത സാമ്പ്രനെയും ഫാത്തിമത്തുൽ ഫിദയും ഏതാനും നിമിഷങ്ങൾക്കകം ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും എന്ന് അറിയിച്ചുകൊള്ളും. രക്ഷയില്ല, അങ്ങനെയാണെങ്കിൽ അവർ അങ്ങ് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇത് വീഡിയോ ഓഫ് ചെയ്തത് സാമ്പ്രൻ പോയി. സാമ്പ്രനെ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ആയിട്ട്. യെസ് പറഞ്ഞു. 5 രൂപയുടെ കോയിൻ തന്നെ വേണോ? എത്ര രൂപ കോയിനുള്ള? 2 രൂപ മതി, കുഴപ്പമില്ല. ഇതാ നിങ്ങളൊരു കാര്യം ചെയ്യാവോ? നിങ്ങളെ പേരന്റോ ഫ്രണ്ടോ അല്ലെങ്കിൽ ചേട്ടനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞ് അനിയനെ ഒന്ന് വിളിച്ചോണ്ട് വരിക. കാരണം വെള്ളമൊക്കെ ഒഴിക്കുന്നതാണ്. ടേബിളിൽ കൂടെ ഒഴിച്ച് ആ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് ഒന്നും വേണ്ട, ഒരു പ്രായമുള്ള ഒരാളെ വിളിച്ചാൽ മതി കേട്ടോ. റോസ്മേരി പെട്ടെന്ന് വിളിച്ചോണ്ട് പോവാ. എല്ലാവരും വിളിച്ചോണ്ട് പോവാ, നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. ആദ്യം വേണ്ട സാധനമാണ് പേരന്റ്. ഓക്കെ, പിന്നെ വേണ്ടതാണ് ഒരു ചെറിയൊരു ബൗൾ, പാത്രം. ഓക്കെ, ഒരു പാത്രം. എന്നിട്ട് അതിനകത്ത് ഒരു കോയിൻ ഇട്ട് വെക്കാനുണ്ട്. അപ്പൊ ഒരു കോയിൻ വേണം. കുഞ്ഞു പാത്രം മതി. അത് ട്രാൻസ്പെറന്റ് ആവണ്ട. അതായത് ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെ വേണ്ട, വല്ല പ്ലാസ്റ്റിക്കിന്റെയോ എന്തെങ്കിലും പാത്രമാണെങ്കിൽ കുഴപ്പമില്ല. സ്റ്റീൽ പാത്രം അങ്ങനെ എന്തെങ്കിലും മതി, നമുക്ക് കാണാൻ പറ്റില്ല അതിനകത്തോട് നോക്കി കഴിഞ്ഞാൽ. അത്രേ ഉള്ളൂ. പിന്നെ വാട്ടർ വേണം. അത് വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് വന്നാൽ മതി. വാട്ടർ ബോട്ടിൽ എടുത്ത് ഞാൻ ഇന്നലെ പറയാൻ പറ്റും. വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് വന്നാൽ പോലെ. നിങ്ങൾ ഇതിനെ കപ്പും ബക്കറ്റൊക്കെ കൊണ്ടുവരുന്ന വാട്ടർ ബോട്ടിൽ മതിയല്ലോ. ഓക്കെ, ഇതെല്ലാം റെഡി ആയിട്ട് സിദ്രത്ത് ഇരിക്കുന്നുണ്ടല്ലോ അവിടെ. സിദ്രത്ത് എല്ലാം റെഡിയാണോ? ഒന്ന് റെഡിയാണ്. എന്നാ വേണ്ടി ചുമ്മാ അവിടെ കാറ്റുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പോയി വിളിച്ചിട്ട് പോയോ? വന്നോ ആള് വന്നോ? ഓക്കെ, ആ ഹെഡ്സെറ്റ് ഒക്കെ ഒന്ന് മാറ്റുവാണെങ്കിൽ ഞാൻ പറയുന്ന പേരിനോട് കേൾക്കാൻ പറ്റില്ല കുറച്ചു നേരത്തേക്ക്. ഓക്കെ, എല്ലാം റെഡിയാക്കി ഒന്ന് ടേബിളിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ആ ക്യാമറ ഒരു അല്പം താത്തി വെച്ച് ഞാൻ ഒരു 3 മിനിറ്റ് സമയം തരാം കേട്ടോ. കൃത്യം 7 മണിക്ക് റെഡി ആയിട്ടില്ല. യെസ് പറഞ്ഞു. ട്രാൻസ്പെറന്റ് വേണോ? ട്രാൻസ്പെറന്റ് വേണ്ട. കൂടെ ഇനി ഒരു ഗ്ലാസ് കൂടെ എടുത്തിട്ട് പോയി. ഇനിയിപ്പോ ഗ്ലാസ് എടുക്കാൻ ഓടണ്ട. കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലാസും കൂടെ ഞാൻ പറഞ്ഞല്ലായിരുന്നു, ഒരു ഗ്ലാസ്, ട്രാൻസ്പെറന്റ് ഗ്ലാസ്, ചില്ല് ഗ്ലാസ്, അതും കൂടെ എടുത്തിട്ട് പോയി. ഹിഷാമിന്റെ ഒക്കെ പാത്രമൊക്കെ പെർഫെക്റ്റ്, അത് മതി. ഹിഷാമിന്റെ കയ്യിലിരിക്കണ പാത്രമൊക്കെ ഹിഷാം പോയാ നല്ല പാത്രം ഹിഷാമൊക്കെ എടുത്തേക്കുന്നത്, അത് മതി, കുഴപ്പമില്ല. അർജുനെ അത് സ്റ്റീൽ പാത്രം അല്ലടാ, അത് അങ്ങനത്തെ പാത്രം അല്ലടാ. കുറച്ച് എന്താ നമ്മൾ കുറച്ച് അത് കാണാൻ പറ്റരുത്. കുറച്ച് ഇങ്ങനെ നീങ്ങിയിരുന്ന അതിനകത്ത് പോയി, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കുറച്ച് ഹൈറ്റ് ഉള്ള പാത്രം. ആ ബൗള് മതി. കറിപ്പാത്രം ഏറ്റവും നല്ല കറിപ്പാത്രം കേട്ടോ. നിഹാന പർവീനൊക്കെ എടുത്തേക്കുന്ന പാത്രം മതി. കാരണം അബീന സുബൈർ എടുത്തേക്കുന്നു, ഫാദർ എടുത്ത കറക്റ്റ്, അത് മതി. എല്ലാവരും എടുത്തു. ഇനി പേരന്റിനൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് കാണിച്ചു തരാമോ? കൂടെയുള്ള ആളാരാന്ന് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. വലിയ കള്ളികളും കള്ളന്മാരൊക്കെ ഇരിക്കും. എന്നിട്ട് ഷാളൊക്കെ അവിടെ വിട്ടേക്കും പേരന്റ് ഉണ്ടെന്ന് അറിയിക്കാൻ. അബീന കണ്ടു. ഓക്കെ, കണ്ടു. എല്ലാവരും പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഞാൻ നോക്കി പോക്കോളാം. ഭീമ ഷ്യാമ കണ്ടു, ഫർസാന കണ്ടു. ഓക്കെ, ഭീമ ഷുമീർ കണ്ടു. ഓക്കെ, മുഹമ്മദ് ഫാവിൽ കണ്ടു. പിന്നെ ബാക്കിയൊക്കെ ഹിഷാം ഡബിൾ റോൾ ആണോ? പേരന്റും എല്ലാം ഹിഷാം തന്നെയാണോ? എവിടെ ഹിഷാം? എവിടെ? പെട്ടെന്ന് കാണിക്കും. ട്രാൻസ്പെറന്റ് വേണ്ടടാ. ട്രാൻസ്പെറന്റ് അല്ലാത്ത പാത്രം മതി. എന്തെങ്കിലും കരിപ്പാത്രം കാണില്ലടാ വീട്ടില്. ചെറിയ എന്തെങ്കിലും ഇത്രയുള്ള ഒരു പാത്രം എന്തെങ്കിലും എടുത്താൽ മതി. എല്ലാരും പേരന്റ് വന്നോ? ഹിബ കരീമിന്റെ വന്നോന്ന് അറിയില്ല. ഹിബ കരീം വന്നോ? പേരന്റിനെ കൈ കാണിച്ചാലും മതി. ഓക്കെ, മതി, കുഴപ്പമില്ല. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ. ആഷിക്ക എവിടെ? ആഷിക്ക പെട്ടെന്ന് വരാൻ പറ. അഫിനെ കണ്ടു. അഫിനെ എവിടെയാ പേരന്റ്? പിന്നല്ലാണ്ട് നിർബന്ധമില്ലേ പേരന്റ്? പിന്നെ നിർബന്ധമില്ലാണ്ട് ആരാ ഉള്ളേ? ബ്രദർ ഉണ്ടോ? പെട്ടെന്ന് വിളിച്ചിട്ടോ. പേരന്റിന് എന്ത് ക്ലാസ്? പേരന്റിന് എന്ത് ക്ലാസ്സാ? പേരന്റ് സ്കൂളിൽ പോണ്ടോ? പേരനെ വിളിച്ചിട്ട് വാടാ. ഒരു 5 മിനിറ്റ് ഇത് ചോദിക്കുക. ഒരു 5 മിനിറ്റ് എന്റെ പഠനത്തിന് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെന്ന് ചോദിക്കുക കേട്ടോ. പോയി ചോദിച്ചിട്ട് വാ. യെസ് പറഞ്ഞോ. വാട്ടർ ബോട്ടിൽ എടുത്താ ഗ്ലാസ് എടുക്കണോ? ഇഷ്ടമുള്ള എടുത്തോ. വാട്ടർ ബോട്ടിൽ എടുത്തോ. അല്ല നല്ല രണ്ടും വേണം. ഗ്ലാസ്സിൽ നമുക്ക് വേറെ എക്സ്പെരിമെന്റാ കേട്ടോ. ഇനി ചെയ്യേണ്ട വെറും നിസാർ ഒരു 10 മിനിറ്റ് എക്സ്പെരിമെന്റ് ഉള്ളൂ കേട്ടോ. ഒരു 5 മിനിറ്റ് മതിയാവും കേട്ടോ. അവര് എല്ലാവരും വരാനുള്ള താമസമുള്ളൂ. വന്നിരുന്ന് നമുക്ക് പറയാം. ഐറിന്റെ ഒക്കെ പേരന്റ് റെഡിയാണോ? ഐറിൻ യെസ് കണ്ടു. ഭീമാ ഷമീറിന്റെ പേരിനെ കണ്ടില്ലല്ലോ. ഭീമാ ഷമീറെ പേരിനെ കണ്ടില്ലല്ലോ.
കൈ ഓക്കെ കണ്ടു കണ്ടു കണ്ടു. നുവ ഫാത്തിമ എന്തി പെട്ടെന്ന് വിളിച്ചിട്ട് വാ. വരൂലാന്നോ? നുഹ പറഞ്ഞോ. ഓ ഓഫ് ചെയ്തു. ഓക്കെ അഫ്രിനോ? അഫ്രിന്റെ ഒക്കെ കണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? ഓക്കെ മതി കുഴപ്പമില്ല. സാമ്രിന്റെ കണ്ടില്ല. സാമ്ര കണ്ടായിരുന്നോ? എവിടെ സാമ്രൻ? ഇവിടെ ഇരിക്കുന്നു. ഉണ്ട്. ഓക്കെ. ഹിഷാമിന്റെ ഉണ്ടല്ലോ അല്ലെ? എന്നാ പറയട്ടെ, ആക്ടിവിറ്റി പറയട്ടെ. വെയിറ്റ് ചെയ്തിട്ടുണ്ട്. യെസ് ഓക്കെ. ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ആ ബോൾ എടുത്തിട്ട് അതിന്റെ സെൻട്രലായിട്ട് ആ കോയിൻ പ്ലേസ് ചെയ്യുക. ചെയ്തേ. ഓക്കെ, സെന്ററിൽ കോയിൻ പ്ലേസ് ചെയ്തല്ലോ. പ്ലേസ് ചെയ്തില്ലേ? എന്നിട്ട് ആ സെന്ററിൽ നിന്ന് കുറച്ചും കൂടെ ബാക്കിലേക്ക് കോയിൻ എടുത്ത് വെക്കുക. സെന്ററിൽ നിന്ന് കുറച്ച് ബാക്കിലേക്ക് വരട്ടെ. സെന്ററിൽ ആദ്യം വെക്കുക, എന്നിട്ട് കുറച്ച് ബാക്കിലേക്ക് നീക്കി വെക്കുക. ഫ്രണ്ടിലേക്കല്ല ബാക്കിലേക്ക്, കാരണം നമുക്കത് കാണാണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ആദ്യം ബോളിന്റെ സെന്ററിൽ കോയിൻ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ആ കോയിൻ ഒരു അല്പം പുറകോട്ടും കൂടെ നീക്കി വെച്ചോ. നമുക്കത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. കോയിൻ ആദ്യം സെന്ററിൽ പ്ലേസ് ചെയ്തോ, എന്നിട്ട് കുറച്ച് പുറകോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക. നിങ്ങൾ ആ ഇരിക്കുന്നിടത്തുനിന്ന് പയ്യെ ചാഞ്ഞ് ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ആ കോയിൻ തീരെ കാണാണ്ടാവും. ഇല്ലേ? അങ്ങനെ വരുന്നില്ലേ? നോക്കി പോകണം. കോയിൻ ഇങ്ങനെ നോക്കി എനിക്ക് ആ കറക്റ്റ് പോയിന്റ് നിങ്ങൾ നിൽക്കണം കേട്ടോ. കോയിൻ ഇങ്ങനെ പുറകോട്ട് ഇറങ്ങി ഒരു പോയിന്റിൽ എത്തുമ്പോൾ കറക്റ്റ് കോയിൻ അങ്ങ് കാണാണ്ടാവുമ്പോൾ നിങ്ങൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക, അവിടെ നിൽക്കുക. ഏത് പോയിന്റിലാണോ കോയിൻ കാണാണ്ടായി അവിടെ നിൽക്കണം കേട്ടോ. എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം. ആ കോയിനിലേക്ക് നിങ്ങൾ നോക്കുക. ഇപ്പൊ കോയിൻ കാണണ്ടാവും. അതിങ്ങനെ പുറകോട്ട് ഇറങ്ങി പയ്യെ ഇറങ്ങിയിട്ട് ഒരു പൊസിഷനിൽ നിങ്ങൾ അങ്ങ് നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ആ കോയിൻ കാണാൻ പറ്റില്ല. അതെ, ഇങ്ങനെ നിൽക്കും. അപ്പൊ നിങ്ങളുടെ പേരന്റ് എന്താ ചെയ്യാൻ പോരെന്നറിയോ? പേരന്റ് ആ കോയിൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാ. അതാണ് നമ്മുടെ മാജിക് കേട്ടോ. ആ കോയിൻ എങ്ങനെ കാണിച്ചു തരാന്നറിയോ? അവർ ആ കോയിൻ അനങ്ങാണ്ട് പയ്യെ അതിനകത്തേക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കും. അതാണ് അവരുടെ റോള്. ഓക്കെ ആണോ പിള്ളേരെ? അവരെന്താ ചെയ്യുന്നത് മനസ്സിലായല്ലോ? അപ്പൊ അത് നിങ്ങൾ ഇരുന്ന് അത് റെഡിയാക്കട്ടോ. നേരെ അതിനകത്ത് കൊണ്ട് വെള്ളം കുടിക്കാനല്ല, ആദ്യം അത് റെഡിയാക്കണേ. നിങ്ങൾ ഇരുന്നിട്ട് കറക്റ്റ് പൊസിഷൻ ആയി കഴിയുമ്പോൾ പേരനോട് പറയാ വാട്ടർ ആഡ് ചെയ്യാൻ പറയാം. എന്നിട്ട് കോയിൻ കാണുന്നുണ്ടെങ്കിൽ വോയിസ് ഓൺ ചെയ്ത് സാറെ കോയിൻ കണ്ടു എന്ന് പറയാം കേട്ടോ. കാണാത്ത കോയിൻ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഓക്കെ, മൂവ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. അത്രയും കഴിഞ്ഞെങ്കിൽ പേരന്റിനോട് ഒരു താങ്ക് യു പറഞ്ഞേക്ക്. ഈ ഇതിന് വന്നിട്ട് അവർ പൊക്കോട്ടെ. ഇബ്രാഹിം ബാദുഷ ഇവിടെയാണോ? മുജീബ് സാറിനെ വിളിക്കും. മുജീബ് സാർ അവിടെ വിളിക്കുന്നുണ്ടല്ലോ. വിളിച്ചാ ഇവിടെ സാറിനെ വിളിച്ചോടാ. ഇല്ലേ? സാർ അവിടെ ഇല്ലേ? സാറ് എന്താണ് പോയി? നീ ഇത്ര ഇവിടെ ഓക്കെ. നീ മാറ്റി നോക്കിയോ? എളുപ്പമായില്ലോ അല്ലെ? ഇത് പിന്നെ എനിക്ക് തെളിയിക്കാനും പറ്റില്ല. നിങ്ങളൊക്കെ കണ്ടു. കുഴപ്പമില്ല. എടാ ബാദുഷ ആരെങ്കിലൊക്കെ വിളിക്കാം. അവിടെ രോഹിത് ചേട്ടനെ ആരെങ്കിലൊക്കെ വിളിക്കാം കേട്ടോ. ആരുമില്ല അവിടെ, ആരുമില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല. നീ ഇവിടെ പറയും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരാ. നമുക്ക് ചെയ്യാം, ഇവിടെ ചെയ്യാം. കണ്ടവര് പറഞ്ഞോട്ടോ. കണ്ടവര് വോയിസ് ഓൺ ചെയ്ത് പറഞ്ഞു. നിങ്ങൾ ശരിക്കുള്ള കോയിനാണോ നിങ്ങൾ കണ്ടേ? കോയിനാണോ കണ്ടേ? അർജുന ഏതാ ശരിക്കുള്ള കോയിൻ തന്നെയാണോ കണ്ടേ? അർജുൻ കണ്ടിട്ടില്ല. ഫർസാന ശരിക്കുള്ള കോയിൻ തന്നെയാണോ കണ്ടേ? അങ്ങനെയാണെങ്കിൽ കോയിന്റെ പൊസിഷൻ മാറിയപ്പോ വെള്ളം ഒഴിച്ചപ്പോ? ഇല്ല, അത് പൊന്നിയോലെ തോന്നുന്നു. കോയിൻ അല്ല കണ്ടേ? കോയിനാണോ കണ്ടേ? അതെങ്ങനെയാ കാണാത്ത കോയിൻ വാട്ടർ ഒഴിച്ചപ്പോ കണ്ടു എന്ന് പറയാ? കോയിൻ മാറാണ്ട് കാണുമോ? ഇപ്പറ റൂമിലിരിക്കുന്ന ഒരാൾ അപ്പുറം മുറി കണ്ടു എന്ന് പറഞ്ഞാൽ ശരിയാവോ? അത് കോയിൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ളവർ ഇനി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ബാദുഷയ്ക്കൊന്ന് കോയിൻ കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. കോയിൻ വെച്ചോടാ. ഇന്ന് പുറത്തോട്ട് പയ്യെ ഇറങ്ങിപ്പിക്ക്. കോയിൻ കറക്റ്റ് കാണാണ്ടാവുമ്പോ പറയണേ. കാണാണ്ടാവുന്നുണ്ടല്ലോ? എന്റെ കോയിൻ കാണുവാണെങ്കിൽ പറഞ്ഞു കേട്ടോ. ഒഴിക്കുമ്പോ കോയിന്റെ പൊസിഷൻ മാറി പോരുത് കേട്ടോ. പൊസിഷൻ മാറിയ പിന്നെ നിങ്ങൾ എന്തായാലും കാണും.
ഒന്നുകൂടെ. ഇത് കിട്ടാത്തവരുള്ള കാണാത്തവരുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കോയിൻ കാണാത്ത ആരെങ്കിലും? ഓക്കെ, അതാണ് ഞാൻ ആദ്യം ഒരു സെന്റൻസ് എഴുതിയത്. നിങ്ങൾ കാണുന്ന എല്ലാം വിശ്വസിക്കരുത് കേട്ടോ. ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു സീ. ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയില്ല. ആരോടെ ഞാൻ ചോദിച്ചെന്നേ മറന്നുപോയി. ഞാൻ റോസ്മേരിയുടെ അടുത്താണോ ചോദിച്ചത്. റോസ്മേരി അടുത്ത് ഞാനൊരു കയ്യിൽ ഒരു പെൻ പിടിച്ചിട്ട് ഞാൻ റോസ്മേരിയുടെ അടുത്ത് ചോദിച്ചു, റോസ്മേരി എന്തുകൊണ്ടാണ് ഈ പെൻ ഈ കൈ കാണുന്നതെന്ന് ചോദിച്ചപ്പോ റോസ്മേരി അല്ലേ പറ, അത് സാറാ കൈ പിടിച്ചോണ്ട് അങ്ങനെ എന്തോ പറഞ്ഞില്ലായിരുന്നോ? യെസ് പറഞ്ഞു അല്ലെ. അപ്പൊ അത് ഇവിടെ തെറ്റല്ല അങ്ങനെയാണെങ്കിൽ അല്ലെ. ആ കോയിൻ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെയല്ലേ കാണാൻ പാടുള്ളൂ. നിങ്ങൾ കോയിൻ കാണാത്ത ഒരു പൊസിഷനിൽ പോയിട്ട് നിങ്ങൾ കോയിൻ കാണാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, എന്താന്നൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു എന്നൊരു തെളിവിന് അവിടെ ഈ കാര്യം ഒന്ന് എഴുതി വെച്ചേക്കാം. നമ്മളിപ്പോ കണ്ട കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ആ പേരിനോട് പൊക്കോളാൻ പറഞ്ഞോളൂ കേട്ടോ. ഒരു വിലയേറിയ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചതിൽ അവർക്കൊരു നന്ദി കൊടുത്തേക്കാം. ഒന്ന് എഴുതിക്കേ പിള്ളേരെ. അവിടെ എന്തൊന്ന് എഴുതാ? കോയിൻ കെപ്റ്റ് ഇൻ ബോൾ. ഒരു പാത്രത്തിൽ എടുത്ത കോയിൻ. എ കോയിൻ പോലടാ ഇപ്പൊ ശരിയാക്കാം. എ കോയിൻ കെപ്റ്റ് ഇൻ ബോൾ ആൻഡ് ഈസ് നോട്ട് വിസിബിൾ. ഒരു ബോളിൽ എടുത്തിരിക്കുന്ന വിസിബിൾ അല്ലാത്ത ഒരു കോയിൻ. എ കോയിൻ കെപ്റ്റ് ഇൻ ബോൾ ആൻഡ് ഈസ് നോട്ട് വിസിബിൾ ക്യാൻ ബി വ്യൂഡ്. നമുക്ക് കാണാൻ പറ്റും. ക്യാൻ ബി വ്യൂഡ് ബൈ. എങ്ങനെ കാണാൻ പറ്റും? ബൈ പോറിംഗ് വാട്ടർ ഇൻ ടു ഇറ്റ്. അതിനകത്തേക്ക് നമുക്ക് വാട്ടർ ഒഴിച്ചാൽ. പോറിംഗ് വാട്ടർ ഇൻ ടു ഇറ്റ്. ഓക്കെ, നീ ഇറങ്ങുമ്പോഴേ കറക്റ്റ് ഇത് കാണാണ്ടാവുന്ന പൊസിഷനിൽ നിൽക്കണം. സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. അതിലേക്ക് തന്നെ നോക്കിപ്പോ. പിന്നെ ചായാലും ശരിയാണെന്ന് പോരും. ബാക്കിലേക്ക് ഇറങ്ങി. കാണാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് ഞാൻ പയ്യെ വെക്ക്. എന്നിട്ട് നോക്കിക്കോട്ടോ കാണുന്നുണ്ടോന്ന്. കണ്ടു. ഓക്കെ, ക്യാമറയെ കണ്ടു എന്ന് പറഞ്ഞു. മറ്റേ ടെലി മാർക്കറ്റിംഗിന്റെ ഒക്കെ പരസ്യം പോലെ. ഓക്കെ, കണ്ടു എന്ന് വേണമെങ്കിൽ ക്യാമറ പറയുന്നുണ്ടോ? ഞാൻ കണ്ടു. അവിടെ പോയി പറഞ്ഞോളാം. ഓക്കെ, കഴിഞ്ഞല്ലേ പിള്ളേരെ? ഇനി കോയിന്റെ പൊസിഷൻ മാറിയത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പണി ചെയ്യാം. ആ കോയിൻ തന്നെ എടുത്തോട്ടോ. ആ കോയിൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കാം. ആ കോയിൻ കളഞ്ഞോ? ആ കോയിൻ എടുത്തോ? അതോ പേരന്റിന് ടിപ്പായിട്ട് കൊടുത്തു കിട്ടോ? ഇവിടെ ഉണ്ടല്ലോ അല്ലെ, ആ കോയിൻ ഉണ്ടല്ലോ. ഓക്കെ, ആ കോയിൻ എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം പിള്ളേരെ. നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് ലാബ് ഇരിക്കണ്ടാവും. ഒരു ഗ്ലാസ് ലാബ് കണ്ടോ? നിങ്ങൾ ഗ്ലാസ് ലാബ് കണ്ടല്ലോ. ഓക്കെ, ആ കോയിൻ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലാസ് ലാബ് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്റെ ടേബിൾ നമുക്ക് നോക്കാം. എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാവേ. ബാദുഷ പോയാ? അതല്ല, ഏത് വിട്ടില്ലേ? എടാ ബാദുഷ, ആ കോയിൻ എടുത്തിട്ട് ഒന്നോടെ വരാവോ? ബാദുഷന്റെ ദേഷ്യം പറഞ്ഞ് ഇപ്പൊ താഴേക്ക് പോയുള്ളൂ. ഇപ്പൊ തന്നെ അവന് മേലിലോട്ട് വിളിക്കാണ്. കോയിൻ എടുത്തിട്ട് വരാനല്ലേ പറഞ്ഞ അവന്റെ അടുത്ത്. കോയിന്റെ കാര്യം കേട്ട് കാണുമല്ലോ അല്ലെ. ഓക്കെ, എന്താ പിള്ളേരെ ക്ലാസ് ലാബ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കോയിനായിട്ട് ബാദുഷ വരും. എന്താ ചെയ്യുന്നത് പറഞ്ഞു. എല്ലാരും ക്ലാസ് ലാബ് എടുത്തേ. ക്ലാസ് ലാബ് എല്ലാരും ഒന്ന് കാണട്ടെ. ക്ലാസ് ലാബ് എല്ലാരും കാണിച്ചേ. എല്ലാവരിലും ഉണ്ടോ നോക്കണം അങ്ങനെ ഒരു ഐറ്റം. അർഷാദ് എവിടെ ക്ലാസ് ലാബ്? ഓക്കെ, കോയിൻ ഇല്ലടാ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ കോയിൻ നിങ്ങളുടെ ബുക്കിൽ എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഗ്ലാസ് ലാബ് ഇതുപോലെ അതിനോട് ചേർത്ത് വെക്കുക. എന്നിട്ട് ഗ്ലാസ് ലാബ് പയ്യെ ചെരിച്ച് ഇതുപോലെ കോയിനിലേക്ക് വിടുക. അപ്പൊ നിങ്ങൾ കോയിനിൽ തന്നെ നോക്കുക. കോയിന്റെ പൊസിഷൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കുക. ഈ ഗ്ലാസ് ലാബ് ഇങ്ങനെ ചെരിച്ച് നോക്കിയിട്ട്. കണ്ട പിള്ളേരെ എന്താ ചെയ്യേണ്ടതെന്ന്? ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ വെക്കുക. എന്നിട്ട് പയ്യെ ഗ്ലാസ് ലാബ് ചെരിച്ച് കോയിനിലേക്ക് പയ്യെ കൊണ്ടുവരിക. എന്നിട്ട് കോയിന്റെ പൊസിഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത്രയുള്ള എക്സ്പെരിമെന്റ്. ക്യാമറ മാത്രം ലെഫ്റ്റ് ആയിട്ട് കേൾക്കട്ടെ. പോയിട്ടോ. കണ്ട ഗ്ലാസ് ലാബ് പ്ലേസ് ചെയ്യുക. പയ്യെ കോയിനിലേക്ക് ചെരിച്ചു നോക്കുക. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ കോയിനിലായിരിക്കണം. എന്തെങ്കിലും കോയിന്റെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ നോക്കുക. ഓക്കെ, ചേഞ്ച് ഉണ്ടായെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. വോയിസ് ഓൺ ചെയ്ത് പറയാം. എന്ത് ചേഞ്ചാ തോന്നിയെന്ന് പറയാം കേട്ടോ. സാർ കോയിൻ മുമ്പോട്ട് പോകണല്ലോ. ഓക്കെ, വേറെ ഒബ്സർവേഷൻസ് ഒക്കെ തന്നു. ബാക്കിയുള്ളവരൊക്കെ ഒബ്സർവേഷൻ പറഞ്ഞു. എന്താ
ചെയ്തു. കോയിന്റെ പൊസിഷനിൽ എന്ത് മാറ്റാ വരുന്നത്? പൊസിഷൻ മാറും. പൊസിഷൻ മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ്. പൊസിഷൻ മാറുന്ന പോലെ നിനക്ക് തോന്നുന്നു അല്ലേ? താങ്ക് യു. ഓക്കെ, എന്നാ കോയിൻ വിളിച്ചോ. സാറ് 5 രൂപ കത്തോണ്ട്. ആ പറഞ്ഞോ. എന്ത് നിങ്ങളുടെ വീഡിയോ ഒക്കെ ഓഫ് ആയി പോയാ? എനിക്കാരും കാണുന്നില്ല. ഇപ്പൊ വൈഫൈയുടെ വിഷയം നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ കാണാം. ഓക്കെ പിള്ളേരെ, എത്ര പേര് ചെയ്തോ? അതെ, കണ്ടവരെ കോഴ്സ് കൊണ്ട് ഇത് പറ കേട്ടോ. ഫർസാന സീസൺ മോളെ പറഞ്ഞ മോളെ എന്ത് ഒബ്സർവേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. എന്ത് ഒബ്സർവേഷൻ ഉണ്ടായേ? സാർ കോയിൻ നീങ്ങി പോണ പോലെ തോന്നുന്നു. കോയിൻ നീങ്ങിപ്പോയി അല്ലേ? കോയിൻ നീങ്ങിപ്പോയി. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ആൻസർ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഈ കോയിൻ അങ്ങോട്ട് നീങ്ങി എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ആൻസർ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാനുണ്ടോ? ആമിനുവിന് പറയാനുണ്ടോ? കോയിൻ നീങ്ങി എന്നല്ലാണ്ടേ, മുന്നോട്ട് നീങ്ങി എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ആൻസർ ഇല്ല? കുഴപ്പമില്ല. നിങ്ങൾ ആ ലെറ്റേഴ്സിലേക്കും കൂടെ ഒന്ന് വെച്ച് നോക്കി മക്കളെ. ആ ലെറ്റേഴ്സിലേക്ക് കൂടെ. അപ്പൊ കോയിന്റെ പൊസിഷൻ മാറുന്ന പോലെ നമുക്ക് തോന്നുന്നു. മനസ്സിലായല്ലോ അല്ലെ? നമ്മൾ ക്ലാസ്സിൽ നേരത്തെ വാട്ടറിലൂടെ നോക്കി, ഇപ്പൊ ക്ലാസ്സിൽ കൂടെ നോക്കി. ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ 2 വീഡിയോത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ഇപ്പൊ. അപ്പൊ അതേ കോയിൻ തന്നെ എടുക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ കോയിൻ മാറിയെന്ന് നിങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാ കേട്ടോ. അപ്പൊ ആ കോയിന് വേറെ മാജിക് ഒന്നും ഇല്ല. ഇതാണ് സംഭവം. അത് നിങ്ങളൊന്ന് നോക്കി പിള്ളേർ. ആ ലെറ്റേഴ്സിൽ നോക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവം ഒന്ന് പറയാമോ? തൻഹ, ആ ലെറ്റേഴ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ തോന്നുന്നത്? ലെറ്റേഴ്സിൽ വെച്ച് നോക്കി. കുറച്ച് വലുതാവണ പോലെ എപ്പോഴേ വലുതാവണ പോലെ തോന്നുന്ന എപ്പോഴാ നമുക്കൊരു സാധനം വലുതാവണ പോലെ തോന്നുന്ന എപ്പോഴാ? അത് നമ്മളിലേക്ക് കുറെ കൂടി അടുക്കുമ്പോഴല്ലേ? അല്ല പിള്ളേരെ, ഒരു സാധനം വലുതായിട്ട് നമുക്ക് തോന്നുന്ന എപ്പോഴാ? നമ്മളിലേക്ക് കുറെ കൂടി അടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാ. അപ്പൊ എന്ത് ആൻസർ അവിടെ പറയാം? ഒന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് ഞാൻ പല ആൻസർ കിട്ടട്ടെ എന്ന് വിചാരിച്ചാ. ഫാരിസ ഒന്ന് പറഞ്ഞോ. ഫാരിസൊക്കെ എഴുന്നേറ്റുള്ളൂ. ഫാരിസ പറഞ്ഞോ, എന്താ ചെയ്യുന്നേ? സാർ എനിക്കൊന്നും തോന്നിയില്ല. ഒന്നും തോന്നല്ലേ? ആ ഗ്ലാസ് ലാബ് അങ്ങോട്ട് മറിച്ചും തിരിച്ചിട്ടിട്ട് ഒന്നും തോന്നല്ലേ? ആ ഗ്ലാസ് ലാബ് ആ ബുക്കിൽ വെച്ചേ, ആ ബുക്കിൽ ചുമ്മാ വെച്ചേ. എന്നിട്ട് ആ ലെറ്റേഴ്സ് നോക്കി. ആ ഗ്ലാസ് ലാബിലുള്ള ലെറ്റേഴ്സ് ആ ബുക്കിലുള്ള മറിച്ചിട്ടോ. ഇനി താത്തും ബുക്കും ചെയ്യണ്ട, അവിടെ മറിച്ചിട്ടോ. അവിടെ കിടന്നോട്ടെ. ഗ്ലാസ് ലാബ് അവിടെ കിടന്നോട്ടെ. എന്നിട്ട് ആ ഗ്ലാസ് ലാബിലേക്ക് നോക്കി. മടിയാണ് വേറെ ഒന്നല്ല. ഒന്ന് നോക്കി. എന്നിട്ട് ആ ഗ്ലാസ് ലാബിലുള്ള ലെറ്റേഴ്സ് ബുക്കിലുള്ള ലെറ്റേഴ്സ് നോക്കി. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? തോന്നുന്നുണ്ടോ? സാർ വലുതായിട്ടിരിക്കും. അപ്പൊ ആദ്യം തോന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത് നോക്കില്ലായിരുന്നോ? കോയിന്റെ പ്രത്യേകിച്ച് കോയിന് പ്രത്യേകിച്ചും തോന്നിയില്ലേ? കോയിന് പ്രത്യേകിച്ചും തോന്നാത്തവര് കൈവയ്ക്കേ. കോയിന് പ്രത്യേകിച്ചും തോന്നാത്തവര് ആമിനു 1-2 പേരുള്ളൂ. ആമിനു മാത്രമേ ഉള്ളൂ, ഒരാളല്ല. ഇതാ നിങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കിയ പിള്ളേരെ. കോയിൻ ഇങ്ങനെ റൈസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോയിൻ ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്നതായിട്ട്. ഓക്കെ, അപ്പിയർ ടു ബി റൈസ്ഡ്. അതായത് നമ്മൾ ഇങ്ങനെ ഗ്ലാസ് ലാബിലൂടെ കോയിൻ നോക്കുമ്പോൾ കോയിന്റെ പൊസിഷൻ ഒരല്പം മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അതും കൂടെ അതിന്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോ. ഇത് രണ്ടാമത്തെ എക്സ്പെരിമെന്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാൽ മതി. എക്സ്പെരിമെന്റിന്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നോട്ട് ചെയ്തോ. എന്താണ്? A coin is appear to be raised when look through glass slab. Coin is appear to be raised when look through glass slab. Raised when look through glass slab. Glass slabിലൂടെ നോക്കുമ്പോൾ. Look through glass slab. ഓക്കെ, ഇതിന്റെ മേളിലെ നിങ്ങൾ ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റ് എഴുതിയില്ലേ? അതിനകത്ത് എഴുതി വെക്കാം കേട്ടോ. ഏതൊക്കെയാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ? PYQ ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കുക കേട്ടോ. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ 18 നോക്കുക. അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. PYQ 18, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മുടെ കാര്യം പറയാം. ഇനി അതുപോലെ നമ്മൾ ഇനി ഒരു എക്സ്പെരിമെന്റ് കൂടെ ചെയ്യാൻ പോകുന്നുണ്ട്. എക്സ്പെരിമെന്റ് 2, രണ്ടാമത്തെ എക്സ്പെരിമെന്റ്. ഇങ്ങനെ 3 എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യും. എന്നിട്ടേ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുള്ളൂ. എക്സ്പെരിമെന്റ് 2. ഓക്കെ, സെക്കൻഡ് എക്സ്പെരിമെന്റ് കേട്ടോ. സെക്കൻഡ് എക്സ്പെരിമെന്റ് വേറെ ഒന്നുമല്ല. നിങ്ങൾ എല്ലാവരും ഗ്ലാസ്സിൽ വാട്ടർ എടുക്കുക കേട്ടോ. ഗ്ലാസ്സിൽ വാട്ടർ എടുക്കുക. ഗ്ലാസ് ലാബ് വിട്ടേക്ക്. ഗ്ലാസ്സിൽ വാട്ടർ എടുത്തിട്ട് അതിനകത്ത് പെൻസിൽ ഇട്ട് വെക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്തേ. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ നോക്കുക. ആ ഗ്ലാസ്സിൽ വാട്ടർ എടുക്കുക. വാട്ടറിൽ പെൻസിൽ ഇട്ട് വെക്കുക. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സാറേ മറ്റേ
എക്സ്പെരിമെന്റിന്റെ ഇതൊന്ന് എഴുതിയെടുക്കാനായിരുന്നു. ഓ സാറ് വന്നിട്ട് ചോദിച്ചപ്പോ സാറ് വന്നിട്ട് എന്താ ചോദിച്ചേ? നീ എഴുതിയില്ലായിരുന്നോ? നീ ഇവിടെ വന്നിട്ടും നോട്ട് എഴുതുന്നില്ലേ? ഈ ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതെന്താ എഴുതാണ്ടത്? അങ്ങോട്ട് വന്നപ്പോ മിസ്സായതാണ്. പറയണ്ടേ പറഞ്ഞായിരുന്നോ? ഇപ്പൊ പറഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ. ഗ്ലാസ്സിൽ പെൻസിൽ ഇട്ടിട്ട് എന്താ ഒബ്സർവേഷൻ? വാട്ടർ ഒഴിക്കണോട്ടോ. ഇനി ആ വാട്ടർ ഒഴിക്കാൻ പേരന്റിനെ വിളിക്കണ്ട കേട്ടോ. ഇനി അവരെ വാട്ടർ അവരെ വിളിക്കണ്ട. അത് നിങ്ങൾ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നോക്കിയാൽ മതി. ആഞ്ചോ, എന്ത് വ്യത്യാസമാണ് മോനെ കാണുന്ന? ആഞ്ചോ, ആ ഗ്ലാസ് ഒന്ന് കാണിച്ചിട്ടൊന്ന് ഉറക്കെ പറഞ്ഞേ. ഗ്ലാസ് കാണിച്ചോണ്ട് പറ. ഗ്ലാസ് ക്യാമറ കാണിച്ചിട്ട് പറ. ആ ഗ്ലാസ് ക്യാമറ കാണിച്ചിട്ട് പറഞ്ഞ കൂട്ട. ആ പറഞ്ഞോ. ആ പെൻസില് മുറിഞ്ഞതുപോലെ. മുറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. മുറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടിക്കേണ്ടി വരും. ഓക്കെ, മുറിഞ്ഞതുപോലെ തോന്നി അല്ലേ? ഓക്കെ, പിന്നെ അടുത്ത ആള് അബീന സുബൈർ പറഞ്ഞോ. ഇനി അതും ഈ ആമിനു തോന്നിയില്ല പോലും. നോക്കട്ടെ. അബീന ആദ്യം പറഞ്ഞോ, എന്താ തോന്നുന്നേ? പെൻസിൽ മുറിഞ്ഞതുപോലെ തോന്നുന്നു. പെൻസിൽ അപ്പിയർ ടു ബി ബ്രോക്കൺ അല്ലേ? മുറിഞ്ഞതുപോലെ ഫീൽ ചെയ്തു. പിന്നെ വേറെ ഭീമാ ഷമീറിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്തെങ്കിലും? വലുതായി, സൈസിൽ ഒരു ഡിസ്റ്റോർഷൻ തോന്നി അല്ലേ? പിന്നെ ഫാത്തിമ സിക്ക് എന്താ തോന്നുന്നേ? ഫാത്തിമ സിയെ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, പറഞ്ഞോ. മുറിഞ്ഞതുപോലെ തോന്നി. ഹനാൻ ജബ്ബാറിന് എന്താ തോന്നുന്നേ? ഹനാൻ ജബ്ബാർ എന്തിലിട്ടെ? ആ ചായയിലാണ് ഇട്ടെ. ഓക്കെ, അത് ചായ ക്ലാസ് എടുക്കാം. ഓക്കെ ഇട്ടോ. എന്നിട്ട് എന്താ ഫീൽ ചെയ്തേ? പ്ലേസ് മാറിയതുപോലെ അല്ലെ? അതായത് ഒന്ന് അത് വളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അതൊന്ന് ബെൻഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഒരു ബെൻഡ് അതിനുണ്ടായി എന്ന് പറഞ്ഞ അല്ലേ? ഒരു ബെൻഡ് ഉണ്ടായിക്കല്ലേ? ആ വാട്ടറിന്റെ ആ ഒരു സർഫസിലേക്ക് അത് കയറി കഴിഞ്ഞപ്പോൾ അത് ബ്രോക്കൺ ചെയ്യാന്ന് മുറിഞ്ഞിരിക്കണം. ഓക്കെ, അതും ഞാൻ അംഗീകരിക്കുന്നു. അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാലോ, ഒരു ബെൻഡ് അതിനുണ്ടായിരുന്നു. ഒരു പെൻസിലിന് ബെൻഡ് ഉണ്ടായി എന്ന് പറഞ്ഞ തെറ്റാണ്. അപ്പിയർ ടു ബി ബെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു പെൻസിൽ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. അതൊന്ന് നോക്കി. പെൻസിൽ അപ്പിയേഴ്സ് ടു ബി ബെൻഡ്. എഴുതിയോ മോനെ? ബാദുഷ എഴുതിയോ? ഓക്കെ. പെൻസിൽ അപ്പിയേഴ്സ് ടു ബി ബെൻഡ് അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ. പെൻസിൽ അപ്പിയേഴ്സ് ടു ബി ബെൻഡ് അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ. ഇതിന്റെ ഒക്കെ റീസൺ നമ്മൾ പറയൂ കേട്ടോ. ഇതിന്റെ ഒക്കെ റീസൺ പഠിക്കണമെങ്കിൽ നമുക്ക് റിഫ്രാക്ഷൻ പഠിക്കും. പറഞ്ഞോ. എന്റെ ഈ പെൻസില് വെള്ളത്തിന് മുകളിലാണ്. അത് നോക്കട്ടെ. അതാ മുമ്പടാ. എന്നാ നോക്കട്ടെ. അതാ ശരിയാക്കാം. appears to be bent at the surface of water when എപ്പോഴാ? partially immersed in it. When partially immersed in it. ഈ appear to be bent എന്ന് ചെയ്തേക്കട്ടെ. appear to be bent എന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. appear to be bent. അതുപോലെ മുകളില് appear to be raised. ഓക്കെ, അതുപോലെ not visible can be viewed. ഓക്കെ, ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ്. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് എക്സ്പെരിമെന്റ് നമ്പർ 3. എക്സ്പെരിമെന്റ് നമ്പർ, അത് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം ഒരു 20-25 മിനിറ്റോളം എക്സ്പെരിമെന്റിന് വേണം. ഇതൊക്കെ സ്കൂളിൽ പോകാനല്ലേ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എന്നിട്ട് അതിന്റെ കൺക്ലൂഷൻ കാര്യങ്ങൾ നമുക്ക് നാളെ ഒന്ന് ഫ്രഷ് ആയിട്ട് പറയാം. അത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. എക്സ്പെരിമെന്റ് നമ്പർ 3 കുറച്ച് വലിയൊരു എക്സ്പെരിമെന്റ് ആണ്. കുറച്ച് വലിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ അത്ര സിമ്പിൾ അല്ല കേട്ടോ. കുറച്ച് ചെയ്യാനുള്ളൂ. ആ പെൻസിൽ മുങ്ങള്ളാന്ന് പറഞ്ഞ ആരാണ്? പെൻസിൽ മുങ്ങാത്ത ആർക്കാ? ആരാ പറഞ്ഞത്? സാർ എനിക്ക് ഒന്ന് കാണിച്ചാണ് നിങ്ങളാണ് അമ്പടാ. പെൻസിൽ എങ്ങനെ തെറ്റ്? നീ വാട്ടറിൽ നോക്കിയാൽ മതി. വാട്ടറിൽ എങ്ങനെ ഇരിക്കുന്നത്? വാട്ടറിൽ എങ്ങനെ ഇരിക്കുന്നത്? അത് വാട്ടർ തന്നെയല്ലേ?
ആ വാട്ടറിൽ എങ്ങനെയാ ഇരിക്കുന്നത്? ഞാൻ എന്താ അങ്ങനെ സാറേ അത് കിടക്കുന്നത്? മുക്കി പിടിക്കാൻ പറ, ചുമ്മാ ഇട്ടാ പോരാ, മുക്കി പിടിക്കണം. ശരി, ഹരീഷിനെ കണ്ടൊക്കെ പറഞ്ഞു തരുന്നു. ചെയ്യ് ഒന്ന് പിടിച്ചു നോക്കി. ആ എന്നിട്ട് നോക്കി. മേളിൽ നിന്നല്ല, സൈഡിൽ നിന്ന് നോക്ക്. എവിടെ അവനെവിടെ? എനിക്ക് അവനെ കാണുന്നില്ല. നീളമുള്ള പെൻസിലെടുക്ക്, നീളമുള്ള പെൻസില്. ഹരീഷിനെ സാറായോ ഇപ്പോ? ഞാൻ ഒന്ന് മാറിയപ്പോ നീ സാറായ. കുഴപ്പമില്ല. എന്തായി അവന് കിട്ടി? അവനെ ഞാൻ അവനെ കാണുന്നേ ഇല്ല. ഇവന്റെ വീഡിയോ അവിടെ പോയി. എടാ ഹിഷാം ഒന്ന് അണ്ടൈസ് ചെയ്തടാ കൂട്ടാ, അണ്ടൈസ് ചെയ്തേ. ഓക്കെ. ഒന്ന് പിടിച്ച മോനെ. ഇപ്പൊ കിട്ടി. ഒന്ന് കാണിച്ചോ, ഒന്നുകൂടെ കാണിച്ചേ. എന്നാ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് നോക്കി. അതിന്റെ ഇത് എങ്ങനെ ഇരിക്കുന്ന നോക്കി. സാറ് നമ്മൾ അങ്ങനെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ വെറുതെ പിടിച്ചാൽ തന്നെ അത് കിടക്കൂലോ. ഇവന്റെ ഒക്കെ അങ്ങനെ കിടന്നാണല്ലോ. എനിക്ക് അങ്ങനെ കിടക്കാത്ത എന്താണെന്നറിയോ, ആ ഗ്ലാസിന്റെ സൈഡ് ഇച്ചിരി ചെരിഞ്ഞായിരിക്കണം പുറത്തോട്ട്. അതാ പൊങ്ങിപ്പോരുന്നത്. അന്ന് നീ പിടിച്ചു നോക്കിയാൽ മതി. പിടിച്ചു നോക്കിയാൽ എങ്ങനെയാ കാണുന്നേ? ചെറുതായിട്ട് വളഞ്ഞോ? ഓക്കെ അത് മതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ്. കാരണം ഈ എക്സ്പെരിമെന്റിലാണ് ഇതിന്റെ എല്ലാ ആൻസർ കിടക്കുന്നത്. നമ്മളിപ്പോ കണ്ടതിന്റെ എല്ലാ ആൻസർ കിടക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലാസ് ലാബ്. ഓക്കെ, ആ ഗ്ലാസ് ലാബ് എല്ലാവരും എടുത്ത മക്കളെ. ആ ഗ്ലാസ് ലാബ് എല്ലാവരും എടുത്ത് അതിന്റെ ഇനീഷ്യലി എന്തൊക്കെ ചെയ്യണമെന്ന് മാത്രം നമ്മളിപ്പോ പറയുന്നുള്ളൂ. ഫുള്ള് പറയാനുള്ള സമയം നമുക്കില്ല കേട്ടോ. ആ ഗ്ലാസ് ലാബ് എടുക്കുക. ഓക്കെ, ഗ്ലാസ് ലാബ് എടുക്കുക. ഗ്ലാസ് ലാബ് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഗ്ലാസ് ലാബ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ പ്ലേസ് ചെയ്താൽ മതി. നിങ്ങളുടെ ബുക്കിൽ ഗ്ലാസ് ലാബ് പ്ലേസ് ചെയ്യുക. ഒരു ഫ്രഷ് പേജിൽ ഗ്ലാസ് ലാബ് പ്ലേസ് ചെയ്തോ. എന്നിട്ട് ആ ഗ്ലാസ് ലാബിന് ഒരു ബൗണ്ടറി വരച്ചോ. നിങ്ങൾ പെൻ ഉപയോഗിച്ച് ബൗണ്ടറി വരച്ചോ. എന്നിട്ട് അതിനൊരു പേര് കൊടുത്തോ. പേര് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ കൺവെൻഷനിൽ യൂസ് ചെയ്യുന്ന ഒരു പേരാണ് ABCD അല്ലെ? റെക്ടാങ്കിൾ എന്നുള്ള പേരാണ്. നമ്മുടെയൊക്കെ അച്ഛൻ വലിയച്ഛന്മാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേരാണ് ABCD. അപ്പൊ നമുക്ക് ആ പേര് കൊടുക്കണേ ആ പേര് കൊടുക്കാം, അല്ലെങ്കിൽ PQRS കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. ABCD. ഓക്കെ, റെക്ടാങ്കിള് ഒന്നുമില്ല. ഗ്ലാസ് പ്രിസ് എടുക്കുക, സ്ലാബ് എടുക്കുക. സ്ലാബ് എടുത്തിട്ട് നിങ്ങളെ ബുക്കിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിനൊരു ബൗണ്ടറി വരച്ചിടുക. അത്രേ ഉള്ളൂ. പെട്ടെന്ന് തുടങ്ങി കേട്ടോ. വരച്ചാ? നിങ്ങൾ കുറച്ച് സ്പീഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തീർക്കാൻ വേണം ഈ ആക്ടിവിറ്റി കേട്ടോ. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൺക്ലൂഷൻ റിസൾട്ട് ഒക്കെ ബാക്കി നമുക്ക് നാളെ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ ആണോ? ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ഈ ഒരു കാര്യം പറയാൻ പറ്റും, ഏറ്റവും ടോപ്പിലേക്ക് പോരുത് കേട്ടോ. ഒരു കുറച്ച് സ്പേസ് വേണം. കാരണം എനിക്ക് അവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഒരു ചെറിയൊരു ലൈൻ വരയ്ക്കാനുണ്ട് ഇവിടെ. ഇങ്ങനെ എനിക്ക് ആ ബിഫാസിൽ ചെയ്യണമെപ്പോഴും ഓർത്തത്. ഇങ്ങനെ ഒരു കുഞ്ഞു ലൈൻ വരയ്ക്കാനുണ്ട് ഇവിടെ. അതിന് വേണ്ടിയുള്ള ഒരു ഗ്യാപ്പ് ടോപ്പിൽ പറഞ്ഞേ. ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം കേട്ടോ. ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ചെരിച്ച്, ഞാൻ വരച്ചേക്കണുണ്ടോ പിള്ളേരെ? ഇതുപോലെ ചെരിച്ച്, സിഡിക്ക് ചെരിച്ച് ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിന് പേര് കൊടുത്തോ. PQ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേര്. PQ തന്നെ കൊടുക്കാം. PQ. ഓക്കെ, അതുപോലെ കുറച്ച് മാറിയിട്ട് വേറൊരു ലൈനും കൂടെ വരച്ച. അത് നേരെ വരച്ച, നോർമൽ ആയിട്ട് വരച്ചു. XY. ഇങ്ങനെ 2 ലൈൻ അതിനകത്ത് വരണം കേട്ടോ. ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കണം, ഒരെണ്ണം നേരെ ഇരുന്നോട്ടെ. ഇങ്ങനെ 2 ലൈൻ ആ ബുക്കിൽ വരച്ചു. ഞാൻ വരച്ചേക്കുന്ന പോലെ തന്നെ 2 ലൈൻ അതിനകത്ത് വരയ്ക്കണേ. കാണുന്നുണ്ടല്ലോ എവിടെ വരയ്ക്കണ്ടേന്നൊക്കെ. നമ്മളെല്ലാവരും ഒരുപോലെ കൊടുത്ത അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കപ്പോൾ കോമൺ ആയിട്ട് പറയാം, BCയുടെ അവിടെ വെച്ചോ, ACയുടെ അവിടെ വെച്ചോ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. മറ്റേ നിങ്ങൾ ഓരോരുത്തരും തോന്നിയ പേരെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് കറക്റ്റ് നോക്കി അതുപോലെ ചെയ്യാം കേട്ടോ. കഴിഞ്ഞോ? ഉത്തരം കഴിഞ്ഞോ? ABCD ഒരു റെക്ടാങ്കിൾ വരച്ചു, അതിനകത്ത് 2 ലൈൻ വരച്ചു. ഓക്കെ ആണ് പിള്ളേരെ? ആ സ്ലാബ് എടുത്ത് മാറ്റിക്കോട്ടോ. ബൗണ്ടറി വരച്ചാൽ സ്ലാബ് എടുത്ത് മാറ്റിക്കോ.
സ്ലാബ് നമുക്ക് ഇനി ആവശ്യമുണ്ട്, പറയാം. പറഞ്ഞോ. എക്സ് വൈ അതുപോലെ തന്നെ തിരിച്ചാണ് വരയ്ക്കണ്ടേ? അല്ല, എക്സ് വൈ നേരെയാ, ആ 90 ഡിഗ്രിക്കാ വരയ്ക്കേണ്ടത്. വ്യത്യാസമുണ്ട്, കണ്ടോ? ആ ഗ്ലാസ് ലാബിന്റെ സൈസിലാണോ ബൗണ്ടറി വെക്കുന്നത്? അത് തന്നെ, ഗ്ലാസ് ലാബിന് ബൗണ്ടറി. നമ്മൾ ഗ്ലാസ് ലാബ് അതിന്റെ മേളിൽ എടുത്ത് വയ്ക്കുക എന്നിട്ട് ചെയ്യാൻ പോണേ കേട്ടോ. ഗ്ലാസ് ലാബിന്റെ സൈസിൽ ബൗണ്ടറി, ഗ്ലാസ് ലാബ് വെക്കണം, എന്നിട്ട് ഗ്ലാസ് ലാബിന് ചുറ്റും ഇങ്ങനെ ബൗണ്ടറി വരയ്ക്കും. ചോദിച്ചു സംശയം ചോദിച്ചു. ഓക്കെ, അപ്പൊ സ്കൂളിൽ റിഫ്രാക്ഷൻ തുടങ്ങിയൊരു കൈ വെക്കേ. സമാധാനം ഉണ്ടോ? നമ്മൾ സ്കൂളിലെ ഫ്രണ്ടിൽ കിടക്കണം നമ്മുടെ ആഗ്രഹമായിരുന്നു, അപ്പൊ അതെന്തായാലും സാധിച്ചു. ഉണ്ടാ, സ്കൂളിലെ ഫ്രണ്ടിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഇനി നോക്കിക്കോ, നിങ്ങൾ ഇനി ക്ലാസ്സിലിരിക്കുമ്പോൾ റിഫ്രാക്ഷൻ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സ്കൂളിൽ കേൾക്കാനൊക്കെ കുറെ കൂടി താല്പര്യം ഉണ്ടാവും അല്ലേ? ഇതൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് കുറെ കൂടി അടുപ്പം തോന്നും ആ വാക്കുകളൊക്കെ പറയുമ്പോൾ. ഗ്ലാസ് ബ്രിസ് ഒക്കെ ടീച്ചർ ഗ്ലാസ് ലാബ് ഒക്കെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് കേൾക്കാനും ഒക്കെ. ആദ്യം ചാടിക്കേറി ആൻസർ ഒക്കെ പറയണം കേട്ടോ ടീച്ചറിന്. ടീച്ചർ അവിടെ തിരിച്ചു വരച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞോളാം. ഓക്കെ പറയട്ടെ, ബാക്കി പറയട്ടെ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം പിള്ളേരെ, ഈ 2 പിൻ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്യുക. അതായത് എക്സ് വൈ എന്ന് പറയുന്ന ലൈനിൽ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്നെ കുഴപ്പിക്കരുത്, നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഫിക്സ് ചെയ്ത് ആ ലൈനിലായാൽ മതി കേട്ടോ. ആ 2 ലൈനിൽ ആ പിന്ന് ഫിക്സ് ചെയ്യുന്നത് നമുക്കൊരു പേര് കൊടുക്കാം, P1 P2. നിങ്ങൾ നിങ്ങളുടെ പിന്ന് കണ്ടിട്ടില്ലേ? പിന്നെ ഏത് പിന്നാണ്? ഇനിയിപ്പോ തലേ തട്ടത്തിലെ പിന്നൊക്കെ എടുത്ത് പെൺകുട്ടികൾ കുത്തുന്നുണ്ട്. ആ പിന്ന് അവിടെ പോയി. ഒരു പേപ്പർ പിന്നുണ്ട്, പേപ്പർ പിന്ന്. ഇത് ആ മോട്ടറിന്റെ കിറ്റിന്റെ കൂടെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, അതിനകത്ത് തന്നെ കാണുമായിരിക്കും. 2 പിൻ എടുക്കുക അതിനകത്ത്. ഓക്കെ, സാർ എനിക്ക് പിന്നില്ല, ആക്ടിവിറ്റി കിറ്റിൽ പിന്നില്ല. അയ്യോ ഭയങ്കര പ്രശ്നമാണ് പിന്നില്ലെങ്കിൽ. അതെന്ത് പറ്റി? പിന്നെ അവിടെ പോയി? ഇതിലുണ്ടായിരുന്നില്ല. അതെ, പിന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? പിന്നെ ഒരു പണിയാ, നാളത്തേക്ക് ആ പിന്നൊന്ന് അറേഞ്ച് ചെയ്യട്ടാ. ഇത് ഇനിയിപ്പോ ഇങ്ങോട്ട് വരണ്ട, ഇത് പിന്നെ മേടിക്കാൻ വേണ്ടി നിങ്ങൾ ബസ്സിൽ കയറി 10-12 കിലോമീറ്റർ യാത്ര ചെയ്തൊന്നും വരണ്ട. അത് കടയിൽ കിട്ടും, തൊട്ടടുത്ത പെട്ടിക്കട കിട്ടും. പിന്നെ കേട്ടോ, പറഞ്ഞാൽ മതി പെട്ടിക്കട കിട്ടില്ല, അതിന് ചുമ്മാ പറഞ്ഞാൽ അതിൽ കടയിൽ ചോദിച്ചാൽ മതി, അവിടെ കിട്ടും. മറ്റേ ഈ ബുക്കും ഇതൊക്കെ വിൽക്കുന്ന കടയുണ്ടല്ലോ, അവിടെ ഉണ്ടാവും കേട്ടോ. പേപ്പർ പിന്നെന്ന് പറഞ്ഞാൽ മതി. ഇതാണ് ഈ പിന്നെ ഇത്. യെസ് പറഞ്ഞോ. പിന്നെ അടിച്ചിറക്കണം. എടാ നീ ബുക്കിലല്ലേ ചെയ്യുന്നേ? ബുക്കിൽ കുത്തി കയറണത് ഉമ്മ പ്രസ് ചെയ്താൽ മതി, അതങ്ങ് ഇറങ്ങിപ്പോളൂ. ഞാൻ അടിച്ചിറക്കി ബുക്കും കീറി ഇന്ന് പ്രശ്നം ഉണ്ടാക്കും നീ മൊത്തം കേട്ടാ. നീ ലോകം നശിപ്പിക്കും. ഓക്കെ, ബൗണ്ടറി വരച്ചു കേട്ടോ. അതെ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിനെ കാണിച്ചതിന്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾ അത്ര മന്ദബുദ്ധികളൊന്നും അല്ല. ഒരു ഗ്ലാസ് പ്രസ് എടുത്തിട്ട് ബൗണ്ടറി വരയ്ക്കുക, അതിന് നേരെ ഒരു ലൈൻ വരയ്ക്കുക, അവിടെ 2 പിന്ന് ഫിക്സ് ചെയ്യുക. പക്ഷെ ഇനിയുള്ള ഞാൻ കാണിച്ചെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കിക്കൊള്ളാൻ എന്താ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഞാൻ ഇതിന്റെ ഇനീഷ്യലി ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇത് ഞാനൊന്ന് ക്യാമറ താഴേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇവിടെ നോക്കിക്കോളണേ മക്കളെ, ഇവിടെ നോക്കിക്കോളണേ. ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ. ഇതുപോലെയല്ല എല്ലാരും വെച്ചിരിക്കുന്നേ. ഓക്കെ, ഇതുപോലെ 2 പിന്ന് ഈ ലൈനിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാരും വെച്ചിട്ടുണ്ടല്ലോ 2 പിന്ന്. അല്ല, ആരെങ്കിലും വെക്കാത്തുണ്ടോ? ഒന്ന് കൈവയ്ക്ക്, ആരെങ്കിലും ഇതുപോലെ ഫിക്സ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 പിന്നിനെ നിങ്ങൾ ഈ ഗ്ലാസ് സ്ലാബിന്റെ ഏത് സൈഡിൽ നിന്നാണെന്ന് അറിയോ പിള്ളേരെ? ഏത് സൈഡാണ്? സെക്കൻഡേ, ഇത് ഞാനിവിടെ ഉണ്ട് കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ നോക്കേണ്ടത് ഈ സൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്ന് വേണം ഈ പിന്നിനെ നോക്കാൻ. എന്നിട്ട് ഈ പിന്നിന്റെ പൊസിഷൻ ചേഞ്ച് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ പിന്ന് ഇങ്ങനെ നോക്കി പിള്ളേർ താഴെ നിന്ന് ഒരു കണ്ണടച്ചിട്ട് ആ പിന്നിനെ 2 നോക്കി, എന്നിട്ട് ആ പിന്ന് കാണുന്നിടത്ത് എന്ത് ചെയ്യുക? വേറെ 2 പിന്നോട് ഫിക്സ് ചെയ്യുക. നമ്മൾ പൊസിഷൻ മാറിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഈ 2 പിന്ന് ഗ്ലാസ് ലാബിലൂടെ നോക്കുക, എന്നിട്ട് ആ പിന്ന് കാണുന്നിടത്ത് എന്ത് ചെയ്യുക? ഒരു കണ്ണടച്ച് ഇങ്ങനെ ചരിച്ചു നോക്കിയാൽ മതി. ആ 2 പിന്ന് കാണുന്നിടത്ത് എന്ത് ചെയ്യുക? 3ാമത്തെ പിന്ന് ഇപ്പുറത്ത് ഫിക്സ് ചെയ്യുക. അത് കാണിച്ചു തരാം, ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി.
ദേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്റെ രണ്ട് അതെ യെല്ലോ പിന്നുണ്ട്, എളുപ്പമായി. ഓക്കെ. ഏതിന്റെ ഫ്രണ്ടിൽ വരും എന്നറിയാം ഈ രണ്ട് പിന്ന് ഫിക്സ് ചെയ്യുന്നത്? ഞാൻ ആ ബോർഡ് ഒന്ന് എടുക്കട്ടെ. ബോർഡ് പ്രസന്റേഷൻ ഓക്കെ. അതായത് എ ബിയുടെ ഫ്രണ്ടിൽ വരും ബാക്കി രണ്ട് പിന്ന് വരയ്ക്കുമ്പോൾ. ഓക്കെ, എ ബിയുടെ ഫ്രണ്ടിൽ നിങ്ങൾ എ ബി എന്ന് പറഞ്ഞ സൈഡിൽ കൂടെ നോക്കുക. എ ബി എന്ന് കൊടുത്തിട്ടില്ലേ, ആ സൈഡിൽ കൂടെ വെയിറ്റ് ചെയ്യണേ. എ ബി എന്ന സൈഡിൽ കൂടെ ഒരു കണ്ണടച്ച് നോക്കുക. എന്നിട്ട് ഈ രണ്ട് പിന്ന് ഒരൊറ്റ ലൈനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ മൂന്നാമത്തെ പിന്ന് ഫിക്സ് ചെയ്യുക. കണ്ട? എന്നിട്ട് വീണ്ടും ഒരു പിന്നോടെ എടുക്കുക. എന്നിട്ട് ഇത് മൂന്നും ഒരൊറ്റ ലൈനായിട്ട് ഒരു അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ ഒറ്റ ലൈനായിട്ട് ഫീൽ ചെയ്യും. അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ദേ നാലാമത്തെ പിന്നും ഫിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന 4 പിന്ന് ഒരു ഒറ്റ ലൈനിലാണോ നോക്കുക. അത്രേ ഉള്ളൂ എക്സ്പെരിമെന്റ്. ഓക്കെ ആണ് പിള്ളേരെ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാ ആദ്യം രണ്ട് പിന്നെ അവിടെ വെച്ചു. പിന്നെ രണ്ട് പിന്നെ എന്ത് ചെയ്തു? ഇപ്പുറത്ത് ഇത് നോക്കിയിട്ട് ഇതിൽ കൂടെ നോക്കിക്കോളണം കേട്ടോ. നോക്കുമ്പോ ഒറ്റ ലൈനായിട്ട് നിൽക്കണം. ആ 4 പിന്നെ ഇതിൽ കൂടെ നോക്കുമ്പോൾ ഈ 4 പിന്നെ ഒറ്റ ലൈനിലായിരിക്കണം കാണേണ്ടത് കേട്ടോ. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി. ഒറ്റ ലൈനിലാണോ നോക്കാവോ പിള്ളേർ? ഒരു ലൈൻ വരച്ചിട്ട് പറയാമോ ഒറ്റ ലൈനിലാണോന്ന്? ഡോട്ട് എടുത്താൽ മതി. ഒറ്റ ലൈനിലാണ് നോക്കിയാൽ മതി പിള്ളേർ, അല്ലെങ്കിൽ അത് വരയ്ക്കാൻ നിൽക്കണ്ട. കാരണം ഇനിയും നമുക്ക് വരയ്ക്കും അല്ലെങ്കിൽ കൺഫ്യൂഷനോ. ഒറ്റ ലൈനിലാണോ? ഒറ്റ ലൈനിലാണോ പിള്ളേരെ? നോക്കിയാൽ മതിയല്ലോ. നിങ്ങൾക്ക് അത് മാറ്റി നോക്കുമ്പോൾ അറിയാലോ ആ പിന്നെ 4 ഒറ്റ ലൈനിലാണോ ഇരിക്കുന്നതെന്ന്. ഒറ്റ ലൈനിലാണോ പിള്ളേരെ ഇരിക്കുന്നത്? ഹിബാക്കരീം ഒറ്റ ലൈനിലാണോ ആ 4 പിന്നെ ഇരിക്കുന്നത്? ഇപ്പൊ നോക്കിയപ്പോ ഒറ്റ ലൈനിലല്ല. ഒറ്റ ലൈനിലല്ലേ? എന്ത് മാറ്റം ഉണ്ടോ? കുറച്ച് വേറെ പ്ലേസിലായിരിക്കണേ. എന്നാലും ഏകദേശം ഒരൊറ്റ ലൈനിലല്ലേ? സ്ട്രൈറ്റ് ലൈനിൽ തന്നെയല്ല വന്നേക്കുന്നത്. ഓക്കെ. അല്ലാണ്ടുള്ള ആരാ ഉള്ളേ? ഒറ്റ ലൈനിൽ അല്ലാണ്ടുള്ളത് ഇത് ഇങ്ങനെയല്ലേ വരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയല്ലേ കിട്ടിയേ? ഇത് ഇങ്ങനെയല്ലേ കിട്ടുന്നത്? അല്ലെങ്കിൽ പറഞ്ഞോ, അല്ലാണ്ട് കിട്ടിയവര് പറഞ്ഞോ. ഇത് ഇങ്ങനെയല്ലേ മക്കളെ കിട്ടുന്നത്? ഇങ്ങനെയല്ലേ കിട്ടിയേ? എനിക്ക് കിട്ടിയത് ഇങ്ങനെയാ. ഓക്കെ, ദേ കണ്ട? ഇതുപോലെയല്ലേ കിട്ടുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ കിട്ടിയവര് കൈ വെക്കാവോ? അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും സ്ട്രൈറ്റ് ആയിട്ട് കിട്ടിയവര് കൈ വെക്കാവോ? ഓക്കെ, അത് ഓർമ്മയിൽ ഉണ്ടാവും കേട്ടോ. നാളെ നമ്മൾ ഇതുപോലെ ആ ഇംഗ്ലണ്ട് ആയിട്ടുള്ള ലൈനിൽ വെച്ച് ഇത് ചെയ്യും. അതാണ് നമ്മുടെ ആക്ടിവിറ്റി കേട്ടോ. ഇപ്പൊ ഈ സ്ട്രൈറ്റ് ലൈനിൽ വെച്ച് ഇതുപോലെ ഇംഗ്ലണ്ട് ആയിട്ടുള്ള ലൈനിൽ വെച്ച് നമ്മൾ ചെയ്യും. ഇതുപോലെ നോക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നിന്നോ, ഇപ്പൊ കിട്ടാത്തവർ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിന്നോ, അല്ലാത്തവർ ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. സാർ എന്റെ ഒപ്പല്ലേ കിട്ടിയ എന്താ? കാണിച്ചു. അത് ഏകദേശം സ്ട്രൈറ്റ് അല്ലേ? അത് നമ്മൾ നോക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെ നോക്കുന്നതിന്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ നേരെ നോക്കണം, നേരെ. അതായത് നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നോക്കിയാലാണ് നമുക്ക് ഒറ്റ ലൈനിൽ വരുള്ളൂ. അത് നമ്മളിങ്ങനെ സ്വല്പം ചെരിയുമ്പോഴൊക്കെ അതിന്റെ വ്യത്യാസം ഉണ്ട്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കണം, ഇവിടെ നിന്ന് നേരെ നോക്കണം. അതിന് കണ്ടോ? അത് നോക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ? അല്ലാണ്ട് ഏകദേശം കറക്റ്റ് അല്ല. അത് ഏകദേശം കറക്റ്റ് അല്ലേ? അത് മതി, കുഴപ്പമില്ല. അതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നോക്കുന്നത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു സർ.